നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുവാൻ, എല്ലാ സൗഖ്യത്തെയും സമാധാനത്തെയും ദൈവകൃപയും ഓർത്ത് ഈ പകൽക്കാലം ആരാധ്യനായി നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റുവാനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ഒരു നല്ല ദിനവും കൂടെ ദാനമാക്കിയല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തെ മാനിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും വിടുതലും അനുഗ്രഹമാകിയാൽ ഈ പകൽക്കാലവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവവാദപീഠത്തിലായിരിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ 2-3 അവരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ മഹാസാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായി നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് നന്ദി കരേറ്റുവാൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ദിവസം കൂടെ ദാനമാക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ളത് പോലെ കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പുതിയ ദിനവും കൂടെ ദാനമാക്കി ഒരു പകൽക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ദീർഘമാക്കി തന്നതിനെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്ന കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെ ഭദ്രമായി കാത്തു പരിപാലിച്ചു. കർത്താവെ, ഈ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതാത് ഭവനങ്ങളിലായിരിക്കാനായി ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. യാതൊരു അനർത്ഥവും കൂടാതെ, ഒരു ക്ലേശവും കൂടാതെ കർത്താവെ അവിടുത്തെ സൗഖ്യവും അവിടുത്തെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവിക പ്രത്യാശയിൽ തന്നെ ആയിരിക്കാനായി ഞങ്ങൾക്ക് ഒരാഴ്ച കൂടെ ദൈവം ദാനമാക്കിയ ദൈവ സ്നേഹത്തായി ഭക്തിക്കും ആവശ്യമായ എല്ലാ ചെറുതുവലുമായ നന്മകൾ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന വചനം പോലെ കർത്താവെ എല്ലാ ദാനങ്ങൾക്കും എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ ഇന്നയോളം മാനിച്ച ദൈവ സ്നേഹത്തിനായി സ്തോത്രം. ആ ദൈവകൃപയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിമിതികൾ കൂടെ ആണെങ്കിലും കർത്താവിനെ ഇന്ന് മുതൽക്കാലം ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വിലപ്പെട്ട നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാനല്ലോ. അതോർത്ത് ദൈവത്തിന്റെ മഹത്വം അതേ കർത്താവെ, ഞങ്ങൾക്ക് നിന്നെ നമസ്കരിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിക്കുവാനായി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായി ദൈവം സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്ത് കർത്താവെ, ഇന്ന് പകൽക്കാലം അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ നിലയിലും വിടുതലായി, അനുഗ്രഹമായി, പ്രത്യാശയായി, നന്മയായി ഭവിക്കുവാൻ സ്വർഗം സഹായമേ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സകല കർമ്മങ്ങളെയും ഞങ്ങളോട് ഓർക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിനെ കൊണ്ടാലുള്ള വിടുതലും ശുദ്ധീകരണം ഇന്ന് മുതൽക്കാലം ഏറ്റെടുക്കുവാൻ ദൈവാത്മാവെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെല്ലാ വിശ്വാസികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പരിപൂർണമായ വിടുതലോടെ ആശ്വാസത്തോടെ എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ അവിടുന്ന് അൻപായി കാത്തുകൊണ്ട് മാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നിനക്ക് സ്തോത്രം ചെയ്ത് കർത്താവെ, ഞങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അറിയുന്നല്ലോ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ ദൈവം അറിയുന്നല്ലോ. കർത്താവെ, എല്ലാത്തിന്റെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേലും ദൈവകരം കർത്താവെ പ്രവർത്തിക്കുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങൾ കൃപ തരുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശേഷ പ്രിയപ്പെട്ട അനിശ്ചിതർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണം അനുഭവിച്ച ഭവനത്തിലായിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമാറാകണമേ. പൂർണ്ണമായ വിടുതലിനും സൗഖ്യത്തിനും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലപ്പെട്ടിരിക്കാനും ആരോഗ്യം കൊടുത്ത് ദൈവകൃപയും നിലനിർത്തേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഓമനസുക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആസിക്കും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം കൊടുത്ത വിടുതലുകൾക്കും സൗഖ്യത്തിനുമായി സ്തോത്രം. പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ബലത്തോടെ
കർത്താവിന്റെ കൃപയിൽ തന്നെ അവിടെ നിലനിർത്തിമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയാദാനിലച്ചാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാസ്തവമായ ദൈവത്തെ സ്നേഹിപ്പാനും ആരാധിപ്പാനും പ്രിയപ്പെട്ടവനും കൃപ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ കർത്താവേ. പ്രിയാത്തോമാചാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം താൻ രോഗിയായി ഭാരപ്പെട്ടല്ലോ. കർത്താവ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിനായി അങ്ങേക്ക് നന്ദിയോടെ മഹത്വം കരയറ്റുന്ന കർത്താവേ. എല്ലാ സൗഖ്യത്തിനും എല്ലാ സമാധാനത്തിനുമായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ കർത്താവേ, രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുത്തുമെങ്കിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ദൈവിക പ്രത്യാശ ദൈവമിടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേഷസായി ഞങ്ങളുടെ കുഞ്ഞുങ്ങായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തും മതത്തും പുറത്തുമായി അവർ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ ദൈവം അവരെ ക്ഷേമത്തോടെ കാത്തുകൊള്ളണമേ. ഒരു ദുഷ്ടനും പതിയിരിപ്പാൻ ഇടവരാതെ കർത്താവിന്റെ കരങ്ങളിൽ അവരെ ഭദ്രമായി കാത്തുകൊള്ളേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് രാജ്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ അതാത് രാജ്യങ്ങളിൽ അൻപായി കാത്തുകൊള്ളുമാറാകണമേ. ഒരു ദോഷവും തട്ടാതെ വണ്ണം അവരുടെ ഗമനാഗമനങ്ങളെ പരിപാലിച്ച് ദൈവകൃപയെ നിലനിർത്തേണ്ടതിനായി പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരും ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തെ ശരണം പ്രാപിച്ചും കർത്താവിൽ സന്തോഷിപ്പാനും ദൈവം കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏത് ഉപകാരം ഞങ്ങളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ പഠനത്തെയും ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. അനേക രോഗികൾ ഇവിടെ ഉണ്ടല്ലോ. അവരോടെല്ലാം ദൈവം മനസ്സറിയണമേ. പരിപൂർണമായ വിടുതലും ആശ്വാസവും ദൈവം കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അറിയുന്നു. എന്നാൽ അവരുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവകൃപയെ ദൈവവിടുതലെടുക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ചോ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പനിമിഷമായിരിക്കാനിടയാക്കണമേ. അവിടുത്തെ ആത്മാവ് കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ വലിയ കരം നീട്ടി ദൈവം ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നേ കർത്താവെ. എല്ലാ ബഹുമാനവും ആരാധനയും അർഹപ്പെട്ട കുഞ്ഞാടിന് മാത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അതാത് ഭവനങ്ങളിലായിരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം അവൻ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ മഹാസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാൻ ദൈവമിടയാക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം എന്റെ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മെ എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ ദൈവം അൻപായി കാത്തുകൊണ്ടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ പിന്നെയും ഇരുന്ന് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങളെ നിമിഷം പ്രാർത്ഥിച്ച ശേഷം ദൈവജന ധ്യാനത്തിലേക്ക് നമുക്ക് തിരിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലും അനേക രോഗികൾ ഭാരപ്പെടുന്നു. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായപ്പെടുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ വിവിധ നിലയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് നാം അറിയുന്നല്ലോ. അവരെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിലെല്ലാം ആ ഭൂഖണ്ഡങ്ങളിലും ഏകദേശം 69,74,721 പേരാണ് ഇപ്പോൾ രോഗികളായി ഭാരപ്പെട്ടായിരിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം ചെല്ലുന്തോറും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ മറന്നുപോകരുത്. 69,74,721 പേരാണ് ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സംഖ്യ ഭീകരമായി മുന്നോട്ട് പോകുന്നു. ആ സംഖ്യ വളരെ ഭയാനകമായ നിലയിൽ മുന്നോട്ട് പോകുന്നു. ഇതെപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവജനമായ നമുക്ക് വിഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന രോഗികളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഏകദേശം 33 ലക്ഷത്തിലധികം ആൾക്കാരെ ദൈവം ഇതിനോടകം ലോകവ്യാപകമായി സൗഖ്യമാക്കി എന്ന് നമുക്ക് ദൈവത്തിൽ അത് ദൈവ വലിയ
കരുതാണ്, ദൈവത്തിന്റെ വലിയ കൃപയാണ്. നമുക്ക് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കാം. രോഗികളുടെ കൂടുമ്പോൾ തന്നെ കർത്താവിനെ സൗഖ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുള്ള 69,74,721 പേരുള്ള ഈ രോഗികളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അനേകർ, ആ രോഗികളുടെ കുടുംബങ്ങൾ ധാരാളം പേരുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട സകല പ്രിയപ്പെട്ടവരെ കർത്താവിനോടെ വിതലോടുകൂടെ കരുതലോടുകൂടെ കാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കിയവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വിശേഷ ഓരോ ദിവസവും രോഗികൾ വർദ്ധിക്കുന്നത് അത് കുറയുവാൻ, ആ രോഗവ്യാപനത്തെ ദൈവം തടയേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരണസംഖ്യ കുറയേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് പൂർണ്ണമായ സൗഖ്യം കൊടുക്കട്ടെ. വിശേഷാൽ അമേരിക്കയും ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ അമേരിക്കയെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു നിയന്ത്രണങ്ങളൊന്നും അവരെ അംഗീകരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ആ രാജ്യം അനുഭവിക്കുന്നു. നമുക്ക് ആ രാജ്യത്തുള്ള ജനങ്ങൾക്കായി, വിശേഷാൽ അവരുടെ ഭരണാധികാരികൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് വേണ്ട വിധത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏകദേശം 1,00,000-ലധികം ആൾക്കാർ ആ രാജ്യത്ത് ഈ രോഗനിമിത്തം തന്നെ മരിച്ചുപോയത് നമുക്കറിയാമല്ലോ. ഇനി ജീവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അബദ്ധം ഉണ്ടാകാതെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതിനായി ആ രാജ്യത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമേരിക്കയിൽ ധാരാളം ദൈവമക്കളായിട്ടുള്ളവരുണ്ടല്ലോ, മലയാളികളായിട്ടുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവസഭകൾ ധാരാളമുണ്ട്. നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരും സഹകാരും ഒക്കെ ധാരാളം പേർ അമേരിക്കയിൽ ഉടനീളമുണ്ടല്ലോ. ആ രാജ്യങ്ങളിലുള്ള എല്ലാ ദൈവമക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം ബലപ്പെടുത്തട്ടെ. ഒരു ദൈവവൈതലിനും ഒരു ദുരിതവും ഉണ്ടാകാൻ ഇടവരാതെ ദൈവത്തിന്റെ വിശേഷാലുള്ള കരുതലും സംരക്ഷണവും ദൈവമക്കളായ പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിലുള്ള ദൈവമക്കളും ഉണ്ടല്ലോ, അവരെയും ദൈവം ബലപ്പെടുത്തുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ അവിടെ വളരെ കാര്യമായ പട്ടിണി, ദാരിദ്ര്യവും ക്ഷാമവും ചില രാജ്യങ്ങളെങ്കിലും, ആ കോണ്ടിനെന്റിലുള്ള ചില രാജ്യങ്ങളെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ എല്ലാ വിധത്തിലുള്ള സൗഖ്യം സമാധാനം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ അവരോടുകൂടെ ഇരിക്കട്ടെ. വിശേഷാൽ നൈജീരിയ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയുള്ള പ്രിയപ്പെട്ടവർ, അവിടുത്തെ ക്രൈസ്തവരെ, അവിടുത്തെ ദൈവമക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ആ രാജ്യത്തെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ രാജ്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ പിന്മാറുവാനും, വിശേഷാൽ ഈ രോഗം അവർക്ക് വലിയ ഗുണപാഠമാകുവാനും, ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനും ദൈവിക സന്ദർശനങ്ങൾ തിരിച്ചറിയുവാനുമായി ആ രാജ്യത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപ കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യൂറോപ്പിൽ ക്രമാതീതമായി പിന്നെയും മറ്റു ചില രാജ്യങ്ങളിൽ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റലിയിലും സ്പെയിനിലും താരതമ്യേന രോഗികളുടെ എണ്ണം കുറവാണ്. പണ്ടത്തേനെ അപേക്ഷിച്ച് അത്ര രോഗികളുടെ എണ്ണം കൂടുതലില്ല. എന്നാലും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗം വർദ്ധിക്കുന്നു. വിശേഷിച്ച് UK-യിൽ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് ഓർക്കാം. നമ്മുടെ ആ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ദൈവം അതാത് രാജ്യങ്ങളിൽ സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലാറ്റിൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ, ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും പ്രസിദ്ധമായ രാജ്യങ്ങളിൽ ഒന്ന് ബ്രസീലാണ്. ബ്രസീൽ വളരെ കാര്യമായി രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം അമേരിക്കയിലുള്ള രോഗികളുടെ എണ്ണത്തോളം ബ്രസീലിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ മനസ്സിലാക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുള്ള ഒരു രാജ്യം ബ്രസീലാണ്. അതുകൊണ്ട് നമുക്ക് ആ രാജ്യത്തിലുള്ള ദൈവമക്കളെയും നമുക്ക് ഇതരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രാജ്യത്തോടും ആ കോണ്ടിനെന്റിനോടും, അതായത് ലാറ്റിൻ അമേരിക്കയോട് ദൈവം ഇടപെടുവാനായി, ദൈവം കരുണ തോന്നേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബ്രസീലിനെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കാം. അവിടെ കഷ്ടപ്പെടുന്ന രോഗികളായ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ദൈവമക്കളായ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ലോകത്തിൽ 69 ലക്ഷത്തിൽ വരുന്ന ഈ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ ലോകത്തിലെ രോഗികളുടെയും ലോകത്തിലെ മറ്റു ചില വിശേഷങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏഷ്യൻ രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ചൈനയും ഇന്ത്യയുമാണ് 1-2 സ്ഥാനങ്ങളിൽ, നമുക്കത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആൾപ്പെരുപ്പമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഭയാനകമായി തുറന്നുകൊണ്ടേയിരിക്കുന്നു.
ചൈനയിലുള്ള കണക്കുകൾ അത്ര വിശ്വസനീയമായതല്ല എങ്കിലും അവിടെ കണക്കുകൾ പ്രകാരം രോഗികളുടെ കുറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ട ആരൻ നമ്മെ പ്രാർത്ഥനയെ സഹായിക്കും. ലോകത്തിലുള്ള 69,74,721 പേഷ്യൻസ് ഹോൾ വേൾഡ്. ഈ ലോകത്തെമ്പാടും 69 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ രോഗികളായി ഭാരപ്പെടുന്നു. 33 ലക്ഷം ആൾക്കാർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. So we have to pray each and every continent in the world. ഈ ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റെയും ഓർത്ത് പ്രാർത്ഥിക്കാം. particularly ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഏഷ്യ ഇൻക്ലൂഡിംഗ് ഈ കോണ്ടിനെന്റിലെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട ആരൻ നമ്മെ പ്രാർത്ഥന സഹായിക്കുന്നത്. Praise God. Hallelujah, 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 hallelujah. Our gracious, most heavenly Father, we thank for bringing us once again into thy presence, O Lord Father. Thou hast given us this wonderful time to come unto thy presence and sing praises unto thee, O Lord Father. Father, we thank you for the Sunday morning that thou hast given us into our lives, O Lord Father. Father, as we are not all together, but still, Father, we are connected to thy spirit, O Lord Father. Father, we have come unto thy presence to pray and to worship and to know thy word, O Lord Father. Father, we know as we are going through this pandemic, O Lord Father. Father, thou art the healer, O Lord Father. Thou art the only hope that we have in this pandemic, O Lord Father. Father, as we have known that, Father, more than 69 lakhs patients are almost been treated, O Lord Father. 69 lakhs is not a small count, O Lord Father. As we all know, Father, this sickness has brought death to many people, O Lord Father. Unknown and unknown persons also, Lord Father. Father, we pray for each and every one of them, Father. We pray for the people, Father, who are in the hospitals, O Lord Father. We pray for the people who are not able to enter even the hospitals, O Lord Father. The situations have become so worse that there are no even places for people to get admitted anywhere, O Lord Father. Father, we pray for each and every one of us, O Lord Father. Father, thou hast covered each and every one of us with thy precious blood, O Lord Father. Father, we pray for the people, O Lord Father. Let them get cured as soon as possible, O Lord Father. Let there be a vaccine for this sickness, O Lord Father. Let everything be covered unto thy precious blood, O Lord Father. Father, we pray for the entire world, O Lord Father. Father, we know that we pray for Africa, we pray for America, we pray for Europe. Father, we know these countries has been affected the most, O Lord Father. They have many other problems also, Lord Father. We pray for the financial crisis which have been coming over these countries, O Lord Father. Father, thou art the one who can strengthen each and every one of us, O Lord. Let this be a lesson for each one of us to know the true living God, O Lord Father. Father, we know that thou art the holy hope, O Lord Father. Nor these doctors, nor anything, O Lord Father. Our hope is present unto thee, O Lord Father. We completely come with a perfect zeal unto thee, O Lord Father. Father, Father, give us a hope, O Lord Father. Give us a strength to fight against these things, O Lord Father. Father, let the Holy Spirit dwell within us, O Lord Father. Specifically, Father, we pray for even India, O Lord Father. Father, as we know, day by day the situations have been very worse, O Lord Father. Father, thou art the one who can help us out from this, O Lord Father. Father, whatever needs has to be done, Father, help us, O Lord Father. Let the situations get cured as soon as possible, O Lord Father. We pray for many people, O Lord Father, who are even starving for food, O Lord Father. They are not even getting a single time food, O Lord Father. Father, we pray for them also, Lord Father. Father, thou art the maker, O Lord Father. So thou can grant each and everything, O Lord Father. We believe that thou art the Alpha, thou art the Omega, O Lord. Thou art the Creator and thou art the Ender, O Lord Father. Father, thou let thy mercies come over us, O Lord Father. Father, Father, we repent unto thee, O Lord Father. Let everything be done to thy grace, O Lord Father. Father, we pray for Father, we pray for all the doctors, we pray for all the nurses who have been treating them, O Lord Father. Father, they have been going to a very bad time, O Lord Father. Father, but still strengthen them, O Lord Father. Father, let them do their jobs very perfectly, O Lord Father. Let not these people get affected, O Lord Father. We pray for other social workers, O Lord Father, who have been running around this time, O Lord Father. Let them also get cured Father, let them cover them also with their precious blood, O Lord Father. Father, we pray for the patients who have been admitted, who have no other hopes, O Lord Father. Father, bless them also, Lord Father. Give them the strength, O Lord Father. Let them believe that thou art the true living God, O Lord Father. And through thee we can cure any sickness, O Lord Father. Father, we pray for each and everything, O Lord Father. We pray for the entire globe, O Lord Father. Let this pandemic get over as soon as possible, O Lord Father. Father, let everything come unto thy normal states, O Lord Father. Father, let us come unto thy presence, O Lord Father. We submit everything unto thy hands, O Lord
Lord Father. We ask these prayers in the most heavenly God and Savior Jesus Christ. Amen. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ ഓർക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ ഏകദേശം 2.25 ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നു. 2,45,657 പേരാണ് ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നത്. ദൈവം ഈ രോഗികളെല്ലാം സൗഖ്യമാക്കുവാനായി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ രൂക്ഷമായ നിലയിലാണ് രോഗത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏകദേശം 6,646 ആൾക്കാർ ഈ രോഗസംബന്ധമായി ഇന്ത്യയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ 1,00,000 ആൾക്കാരെ ദൈവം സൗഖ്യമായതും നമുക്ക് നന്ദിയോടെ ഓർക്കാം. കർത്താവ് സഹായിക്കട്ടെ. 2.25 ലക്ഷത്തിലധികം വരുന്ന രോഗികൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലുമായിട്ടുണ്ട്. അവരെ ദൈവം സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. വിശേഷാൽ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം അടുക്കുന്നു ഇപ്പോൾ രോഗികളുടെ എണ്ണം. 82,968 പേരാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നത്. 82,968 പേർ രോഗികളായി ഇപ്പോൾ ഭാരപ്പെടുന്നു. കർത്താവ് അവരെ പൂർണ്ണമായ സൗഖ്യം കൊടുക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. 35,000-ലധികം ആൾക്കാരെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് അവരെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. 3,000-ലധികം ആൾക്കാർ ഇതിനോടകം തന്നെ ഈ സംസ്ഥാനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. ആ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ നമുക്ക് ഓർക്കാം. അനേക പ്രിയപ്പെട്ടവർ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നു. ജോലിയില്ലാതെ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ബിസിനസ് തകർന്ന നിലയിൽ, സമാധാനമില്ലാതെ, സൗഖ്യമില്ലാതെ, പണമില്ലാതെ, അങ്ങനെ വിവിധങ്ങളായ നിലയിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ, വിശേഷിച്ചും മഹാരാഷ്ട്രയിലുള്ള ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. വിശേഷിച്ചും മഹാരാഷ്ട്രയിൽ നിന്ന് അനേക അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്ന് യാത്രയായി, കാൽനടയായി ഒക്കെ പോയി ദുരിതങ്ങളിലും അപകടങ്ങളിലും പെടുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നല്ലോ. അങ്ങനെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ ഈ രാജ്യത്തുണ്ട്, ഈ സംസ്ഥാനത്തിലുണ്ട്. ഓരോ ദിവസത്തെയും ജോലി ചെയ്ത് കൊച്ചു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ, ആൾക്കാർ ഈ പഠനത്തിലുണ്ട്. അവരുടെ എല്ലാം സ്ഥിതി വളരെ മോശമാണ്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവരുടെ സ്ഥിതി വളരെ മോശമായിരിക്കുന്നു. അവരെല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദേശത്തായിരിക്കുന്നത്. നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ തെരുവിൽ കഷ്ടപ്പെടുന്നു, ഭക്ഷണമില്ലാതെ, ദാരിദ്ര്യത്തിലും കെടുതികളിലും ഒക്കെ ആയിരിക്കും. രോഗവ്യാപകമായി രോഗം അവരെ വ്യാപിച്ചിരിക്കുന്നു. രോഗം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള 2,55,657 രോഗികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. 1,00,000-ലധികം രോഗികളെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 82,698 പേരാണ് ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നത്. 35,000-ലധികം ആൾക്കാരുടെയും സൗഖ്യമായത് നമുക്ക് നന്ദിയായിട്ട് ഓർക്കാം. കർത്താവ് ഈ സംസ്ഥാനത്തോട് ഇടപെടട്ടെ. വിശേഷാൽ വിരാർണി, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബോംബെയിലെ വലിയ പട്ടണങ്ങളിൽ, സൗത്ത് മുംബൈയിൽ വിശേഷിക്കും ധാരാവി പോലുള്ള സ്ഥലങ്ങളിൽ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കുവാനായി ഇത് ഒരു കാരണവശാലും സ്പ്രെഡ് ആക്കാൻ ഇടവരാതെ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പട്ടണത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ വരുന്ന ദിവസങ്ങൾ മഴ നടക്കുന്നല്ലോ. ആ മഴ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനുഷ്യനുണ്ടാക്കാൻ ഇടവരാതെ സാധാരണ നിലയിൽ തന്നെ ലഭിക്കേണ്ട മഴ തന്നെ ലഭ്യമാകുവാനും അത് സംബന്ധിച്ച് മറ്റൊരു ദുരിതങ്ങളിലേക്കോ പോകാൻ ഇടവരാതെ ഈ പഠനത്തെയും ജനങ്ങളെയും കാത്തു പരിപാലിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തെയും ഓർത്ത് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കേരളത്തിലും രോഗികളുടെ എണ്ണം കൂടുന്നു. എന്നാൽ കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് ദൈവം ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തിലൂടെ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം സൗഖ്യത്തോടെ കാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കട്ടെ. വിശേഷാൽ അവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. ആ മഴ യാതൊരു പ്രശ്നങ്ങൾക്കും കാരണമാക്കാതെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കാം. മഹാരാഷ്ട്രയിലുള്ള, കേരളത്തിലുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും, ഇന്ത്യയിൽ ആകമാനം 2.25 ലക്ഷത്തിലധികം രോഗികൾ മഹാരാഷ്ട്രയിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമായി കഷ്ടപ്പെടുന്നു. അവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ എമ്പാടും വിശുദ്ധന്മാരായ ദൈവമക്കളായിട്ടുള്ള ദൈവദാസന്മാരായ ധാരാളം പേരുണ്ടല്ലോ. അവരെല്ലാവരെയും ദൈവം വിശേഷാൽ പരിപാലിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈസ്റ്ററുള്ള പ്രിയപ്പെട്ട റോസമ്മ സിസ്റ്റർ പ്രാർത്ഥന സഹായിക്കുന്നു. റോസമ്മ സിസ്റ്റർ പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഒരു പ്രാവശ്യം കൂടി തിരുപാദപ്പെടുത്തുന്ന കർത്താവേ, സഭയായി കൂടി വരുവാൻ ദൈവം അവിടെ ഇവിടങ്ങളായി ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞു പോയ ഒരാഴ്ച ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും കർത്താവെ നിന്റെ സഭകളിൽ പൊതിഞ്ഞതിനായി സ്തോത്രം. കർത്താവെ, ആപത്തനർത്ഥങ്ങൾ നിറഞ്ഞ കണ്ണുനീർ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവെ, ഹല്ലേലൂയ, കർഷകരുടെയും ഭാരത്തിന്റെയും ഞെരുക്കത്തിന്റെയും നിലവിളിയുടെയും നടുവിൽ കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെവിടങ്ങളായി കുടുംബങ്ങളായി കൂട്ടമായി ദൈവം കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് ഒരു വട്ടം കൂടി നിന്നെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. അനേക ജീവിതങ്ങൾ കർത്താവെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, അനേകർ കർത്താവെ പ്രാണവേദനയിലായിരിക്കുമ്പോൾ, അനേകർ കർത്താവെ ഹല്ലേലൂയ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ രോഗക്കിടക്കെ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവെ സൗഖ്യത്തോടും ബലത്തോടും കൂടി എന്റെ കർത്താവിനെ ഒന്നുകൂടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ മഹത്വമേറിയ നാമത്തെ ഉയർത്തുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. ജീവിതത്തിൽ നീ ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി, ജീവിതയാത്രയിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക്, കർത്താവിന്റെ സൗഖ്യത്തിനും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ആശ്വാസത്തിനൊക്കെയുമായി നന്ദിയോടെ കർത്താവെ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നതിനായ കർത്താവെ, നിന്റെ സമാധാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ കർത്താവെ. ഹല്ലേലൂയ. ആ സമാധാനം ഞങ്ങളുടെ മേൽ ദിനം തോറും പകർന്നുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, പലവിധമായ ഭാരങ്ങളിലൂടെ അനേകർ കടന്നു പോകുന്ന പിതാവേ, ദൈവത്തിന്റെ കരം പിന്നെയും നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേക യേശുവേ, ഇന്നത്തെ പകൽക്കാലം ഞായറാഴ്ച കർത്താവെ, അനേകായിരങ്ങൾ പുലോകത്ത് നാനാഭാഗങ്ങളിൽ നിന്നെ സ്തുതിക്കുമ്പോൾ നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അനേക ദൈവകുഞ്ഞുങ്ങൾ കർത്താവെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്ന യേശുവേ. അവിടങ്ങളെല്ലാം നിന്റെ കൃപ കർത്താവെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ. അടിയങ്ങളോട് നിന്റെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളും പലയിടങ്ങളിലായി നിന്നെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാരങ്ങളിൽ നേരിടുമ്പോൾ സാരമില്ല എന്നരുളി ചെയ്യുന്നതിനായ കർത്താവെ, നിന്റെ ആശ്വാസവും സ്വസ്ഥതയും സമാധാനവും വിടുതലും പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങൾക്കുള്ളവരുടെ മേലും വ്യാപരിക്കണമേ കർത്താവെ. നന്ദിയോട് സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി, എല്ലാ ഉപകാരങ്ങൾക്കുമായി, എല്ലാ കരുതലിനുമായി, എല്ലാ വിടുതലിനുമായി, എല്ലാ സൗഖ്യത്തിനുമായി കർത്താവെ നിന്നെ വാഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. നീ കർത്താവെ കരുണയുള്ള ദൈവമാകയാൽ, ഹല്ലേലൂയ, നീ നന്മയുടെ ഉറവിടമാകയാൽ കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ നല്ലവനായിരിക്കയാൽ കർത്താവെ നിനക്ക് മഹത്വം കരേറ്റുന്ന യേശുവേ. നീ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാകയാൽ, നീ സ്തുതികളിന്മേൽ വാണരുന്ന പിതാവാകയാൽ, ഹല്ലേലൂയ, നിന്നെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവെ. പിന്നെ ഈ പകൽക്കാലം കർത്താവെ പറയപ്പെട്ടതായ വിഷയങ്ങളുടെ വിലക്ക് ദൈവത്തിന്റെ കരം നീട്ടുമാറാമേ. പ്രത്യേക ഞങ്ങളെ ഓരോരുത്തരെയും സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി, അവിടെ ഇവിടങ്ങളായി ദൈവമേ നീ പരിപാലിക്കണമേ. നമ്മുടെ കുഞ്ഞുകുട്ടി ആ ബാലവൃത്തമായിരിക്കുന്നവരെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറാണമേ. നീയോളം സൂക്ഷിച്ച കർത്താവെ, ഇനി നീ സൂക്ഷിപ്പാൻ മതിയായ ദൈവമാകയാൽ, ആശ്രയിപ്പാൻ മതിയായ ദൈവമാകയാൽ, ചാരുവാൻ മതിയായ ദൈവമാകയാൽ അവിടെ ഇവിടങ്ങളായി കർത്താവെ നിന്റെ കൃപയുടെ മറവിൽ മറയ്ക്കണമേ. നിന്റെ രക്തത്താൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികൾ, കൂട്ടുകുടുംബങ്ങൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ, ഭൂലോകത്തിന്റെ നാനാഭാഗങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളുടെ നാനാഭാഗങ്ങളിലായിരിക്കുമ്പോൾ, കേരളത്തിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മാംസരക്തങ്ങളെ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ, കൂട്ടുകുടുംബങ്ങളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞങ്ങൾക്കുള്ള സകലരെയും, ഞങ്ങളുടെ ഭവനങ്ങളെയും, ഞങ്ങളുടെ ദേശങ്ങളെയും എല്ലാം കർത്താവേ നിന്റെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. അനേക അനർത്ഥങ്ങളുടെ നടുവിലാണ് അടിയങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്ന കർത്താവേ. ദിനംതോറും അനേകർ രോഗികളായി തീരുന്നു. പ്രത്യേക ആൾ കർത്താവേ, ഈ COVID-19 മൂലം കർത്താവേ നനച്ചിരിക്കാത്ത സമയത്ത് അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ, അനേകർ രോഗക്കിടക്കയിലായി തീരുമ്പോൾ കർത്താവേ ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചല്ലോ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ പരിപാലനം ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ബലം കർത്താവേ. നിന്റെ കൃപയൊന്ന് മാത്രമാണ് കർത്താവേ ഞങ്ങളുടെ ആശ്രയം കർത്താവേ. പിന്നെ ഈ സംസ്ഥാനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇവിടുത്തെ എല്ലാ പട്ടണങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എല്ലാം അതിന്റെ ചുറ്റുപാടുകളെ എല്ലാം ഏൽപ്പിക്കുന്ന കർത്താവേ.
ഞങ്ങൾ പാർക്കുന്ന ഈ പ്രദേശത്തെ ഈ ചുറ്റുപാടുകളെ മുഴുവൻ ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ പകർച്ചവ്യാധിയുടെ കർത്താവെ, ഹല്ലേലൂയ, ഈ അന്ധകാര വ്യാപാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് കർത്താവെ നീ വിടുവിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, നമ്മുടെ രാജ്യത്തെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മഹാമാരിയുടെ പിടിയിൽ നിന്ന് അതിവേഗം നീ വിടുവിക്കണമേ കർത്താവെ. മഹാമാരിയെ ഞങ്ങളുടെ രാജ്യത്തുനിന്ന് ലോകത്തുനിന്ന് കർത്താവെ നിന്റെ കൃപയുണ്ടായി ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഇതുമൂലം അനേകർ ഭാരപ്പെടുന്നപ്പ, അനേകർ രോഗക്കിടക്കയിലായിരിക്കുന്നു, അനേകർ മരണാസന്നരായിരിക്കുന്നു പിതാവേ. അവരോടൊക്കെയും ദൈവം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതുമൂലം കർത്താവെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കേൾപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ, ദൈവമേ, കർത്താവെ പട്ടിണി മൂലം കർത്താവെ, നിരാശ മൂലം ഭാരപ്പെടുന്നല്ലോ കർത്താവെ. നിരാശപ്പെടുന്നവരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുമാറാകണമേ. ആരും നിരാശയിലാണ്ട് പോവാൻ ദൈവമേ സമ്മതിക്കല്ലേ. പ്രത്യേകം അറിഞ്ഞവരാരും നിരാശയിലാണ്ട് പോവാൻ കർത്താവെ നീ സമ്മതിക്കല്ലേ കർത്താവെ. ഹല്ലേലൂയ, അനേകർ പട്ടിണി അനുഭവിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ സാധുവിനപ്പമാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. നീ വിധവയ്ക്ക് നാഥനാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. നീ അനാഥർക്ക് അപ്പനാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. കരുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതിന്റെ ആഹാരം നൽകുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, ആഹാരമില്ലാതെ കർത്താവെ, ഹല്ലേലൂയ, കഷ്ടത അനുഭവിക്കുന്നവരോടൊക്കെ ദൈവം മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, അനേക ദൈവമക്കൾ കടന്നു പോകുന്നു കർത്താവെ. അവർക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. അവരുടെ മേലൊക്കെയും ദൈവത്തിന്റെ കരത്തിൽ മാറാമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകാൽ കർത്താവേ, മഴക്കാലമൊക്കെയും കടന്നു വരുന്ന പിതാവേ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കർത്താവേ ഞങ്ങളുടെ രാജ്യത്തെ ദൈവം വിടുവിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങളുടെ ദേശങ്ങളുടെ സംസ്ഥാനങ്ങളെല്ലാം വിടുവിക്കണമേ. കേരളക്കരയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ ദൈവം ഞങ്ങളുടെ ദേശങ്ങളെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ജില്ലകളെ എല്ലാം കർത്താവെ നീ സൂക്ഷിക്കണമേ. ഈ ദേശത്തോട് ദൈവം മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മഴയുടെയും കെടുതിയുടേതായ ഭാരങ്ങൾ ഒന്നും ഇവിടെ ഏൽക്കുവാൻ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ എല്ലാ നന്മകൾക്കായി പിന്നെയും നിന്നെ വാഴ്ത്തുന്ന കർത്താവേ. ഇത്രത്തോളം ക്ഷേമത്തോട് സൗഖ്യത്തോട് വിടുതലോടുകൂടി ഞങ്ങളെ പരിപാലിച്ചനായി സ്തോത്രം കർത്താവേ. പിന്നെയും ഞങ്ങളുടെ പ്രദേശങ്ങളെല്ലാം പ്രത്യേകം ഏൽപ്പിക്കുന്നു, രോഗബാധിതമായിരിക്കുന്ന ദേശങ്ങളെല്ലാം പ്രത്യേകം ഏൽപ്പിക്കുന്ന കർത്താവേ. നിന്റെ വിടുതലിന്റെ കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ കരുണ ഈ ദേശത്തോട് ദൈവം ചൊരിയണമേ. സൗഖ്യമാക്കുന്ന കരം നീട്ടുമാറാകണമേ. ദേശത്തിന് കർത്താവ് സൗഖ്യം വരുത്തുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദേശത്തിനൊക്കെ വേണ്ടി പേടി നിന്ന് പ്രാർത്ഥിപ്പാൻ, അന്ധകാരത്തിന് തന്നെ വിളക്ക് പോലെ ദേശത്തിന് വേണ്ടി ശോഭിപ്പാൻ പ്രാർത്ഥിക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, പകൽക്കാലം ഇത്രത്തോളം ദൈവം ഞങ്ങളെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. അവിടെ ആയിരുന്നു പ്രാർത്ഥിപ്പാൻ നീ സഹായിക്കുന്നല്ലോ. പിന്നെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയെല്ലാം തിരുനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുവാനും, അനേക ഭാരമേറിയ വിഷയങ്ങൾക്ക് വിടുതലായി തീരുവാനും, അനേകർക്ക് ആശ്വാസത്തിനും സ്വസ്ഥതയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും കാരണമായി തീരുവാനും കർത്താവയുടെ ആയിത്തീരട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടല്ലോ. പിന്നെ നമുക്ക് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവജനത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാദിഷ്ടം മുതൽ ആകാശി വരെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ദൈവമതാസ്ഥാനങ്ങളിൽ പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ പിന്നെയും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതിനായി യാതൊരു രോഗ പ്രയാസങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വിടുവിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ പ്രിയപ്പെട്ട ആനി സിസ്റ്റർ ശാരീരികമായ ക്ഷീണത്താൽ ഭവനത്തിലായിരിക്കുന്നു. വോമിറ്റിങ്ങിന്റെയും ചെറിയ ഡിസെൻട്രിയുടെയും ചെറിയ പ്രയാസത്താൽ പുള്ളിക്കാരി ഭവനത്തിലായിരിക്കുന്നു. വാത്സല്യ സഹോദരി ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശ്വരുള്ള പ്രിയപ്പെട്ട ഓമനമാമയും ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കാം. ശാരീരികമായി പ്രിയപ്പെട്ടവരോട് അല്പം ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ നമുക്ക് ഈ തരുണത്തിൽ പ്രാർത്ഥന ഓർക്കാം. കഴിഞ്ഞ വർഷങ്ങളെല്ലാം പ്രിയപ്പെട്ട തോമാച്ചനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കി. എന്നാൽ കർത്താവിന്റെ ദാസൻ ദൈവം പരിപൂർണമായ വിടുതൽ കൊടുത്തത് ദിവസം കേൾപ്പാൻ ഇടയാക്കി.
സഭയായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥാനങ്ങളിൽ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം അതിന്റെ എല്ലാ വിടുതലുകളും അതാത് സ്ഥാനത്ത് അയക്കുന്നു എന്നത് നന്ദിയോടുകൂടെ നമുക്ക് സ്മരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ നേഴ്സസായി ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ദൈവം ഈ രാജ്യത്തും പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സൗഖ്യമാക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതലുകളാൽ, ദൈവത്തിന്റെ കൃപയാൽ അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ മോളി സിസ്റ്ററും ഡ്യൂട്ടിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും കുടുംബമായും വ്യക്തിപരമായി ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ രാജ്യങ്ങളിലും ദൈവം അവരെല്ലാവരെയും ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലായിരിക്കുന്ന പ്രിയ സനലിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അക്ഷയും കുടുംബത്തെയും നമുക്ക് ഈ തരുണത്തിൽ ഓർക്കാം. ദൈവം അവരെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഓരോ കുടുംബങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അതാത് ഇടങ്ങളിൽ ക്ഷേമത്തോടെ പരിപാലിക്കാം. ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങളുടെ പേരിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുവാൻ എല്ലാവിധമായ ആത്മീയ ഭൗതിക നന്മകളാൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഭയായി വിവിധ ഭാഗങ്ങളിൽ ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കുവാനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട ആനിസിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ടവരെല്ലാവരെയും പിന്നെയും സൗഖ്യത്തോടെ കാത്തു പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട സുസമാമ ഈ വിഷയത്തിനായി നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവർ, നേഴ്സസായി ജോലി ചെയ്യുന്നവർ, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ, വിദേശങ്ങളിലുള്ളവർ, ബാംഗ്ലൂരിലായിരിക്കുന്നവർ, ഇവരെല്ലാവരെയും ഓർത്ത് സുസമാമ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിസ്ഥിതി നിത്യനുമായ ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനോടെ ദേശത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ആരാധിപ്പാൻ തക്കോണം കർത്താവ് വീടുകളിൽ ഇരുന്നാണെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ സാവകാശം ഒരുക്കി തന്നേനാൽ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കണ്ടാലും ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവനെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്നവനെ, ഞങ്ങളെ ജീവനോട് ശേഷിപ്പിച്ചവനെ, നിനക്ക് നന്ദി 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 കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവന് കർത്താവിന്റെ ഭദ്രമായ ചിറന്റെ പുറവില് ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം കർത്താവേ. എണ്ണത്തിലൊന്ന് കുറഞ്ഞു പോകാതെ ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രങ്ങൾ, ആപത്തുകൾ, അപകടങ്ങള് ഞങ്ങളുടെ തലയ്ക്ക് മീതെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ, വലിയ ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനൊക്കെ ജയം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പിന്നെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ദൈവം എന്നുകൊണ്ട് മാത്രമാണ് കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയാണ്, ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ദൈവകരങ്ങളിൽ ഹല്ലേലൂയ സമ്പൂർണ്ണമായി ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താഴ്ച ഞങ്ങളെ ഓർത്തവനെ നിനക്ക് നന്ദി. ഞങ്ങളുടെ വീഴ്ച ഞങ്ങളെ കരയേറ്റിയവനെ നിനക്ക് നന്ദി. ഞങ്ങളുടെ അവിശ്വസ്തകൾ ഓർത്താതെ ഞങ്ങളെ നടത്തിയവനെ നിനക്ക് നന്ദി നന്ദി നന്ദി. പൽക്കാലം സമ്പൂർണ്ണമായി എന്നെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥിപ്പാൾ കൃപ തരണേ കർത്താവേ, പ്രാർത്ഥന ആത്മാവിനെ തരണേ കർത്താവേ. ഹല്ലേലൂയ. എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അത് ദൈവപ്രകാരമായിരിക്കാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ തമ്മിൽ കാണുന്നില്ലെങ്കിലോ ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ വഹിപ്പാന്, ഹല്ലേലൂയ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദിവസത്തിന്റെ സമയങ്ങളെ ചെലവഴിപ്പാന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വഴികൾക്കായി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത് പറവാന് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കാൽ എൻ്റെ ദൈവത്തിന് നന്ദി കർത്താവേ. അനേകർ പട്ടുപോയി, അനേകർ രോഗികളായി തീർന്നു, അനേകർ മരണത്തോട് മല്ലടിച്ച് ജീവിക്കുന്നു. ഇനി അടുത്ത നിമിഷം എനിക്ക് എന്താകും, ഹല്ലേലൂയ, മരണം എന്നെ വിഴുങ്ങി കളയുമോ എന്ന് ഭയപ്പെട്ട് അനേകർ കഴിയുമ്പോൾ, പട്ടിണി കൊണ്ട് അനേകർ കഴിയുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ അനേകർ കഴിയുമ്പോൾ, കിടക്കയിൽ അനേകർ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് നഷ്ടപ്പെട്ട മാതാപിതാക്കള്
ഹല്ലേലൂയ. ഇങ്ങനെ നോക്കിയാൽ കർത്താവേ, എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ലോകത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവെ. അതിന്റെ മധ്യത്തില് യാതൊരു യോഗ്യമില്ലാത്ത ഞങ്ങളെ നീ കരുതുന്ന ദൈവകൃപയ്ക്കായി, സ്നേഹിക്കുന്ന ദൈവകൃപയ്ക്കായി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. സമ്പൂർണ്ണമായി എന്നെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിന്റെ കൃപയില് പൊതിഞ്ഞ് സൂക്ഷിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ സമാധാനം ധാരാളം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഒന്നിനും മുട്ടുവരാതെ, അല്ലേലും ഞങ്ങളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ, അല്ലേലും ഞങ്ങളുടെ അല്ലേലും കർത്താവിന്റെ അല്ലേലിയ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം നന്നായി ചെയ്തു തീർക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇതൊന്നും ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമല്ല, നിന്റെ കൃപയാണ്. അല്ലേലി നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അല്ലേലിയ ഞങ്ങൾ നീതിമാന്മാരല്ല കർത്താവേ. അയോഗ്യരാന്ന് ഞങ്ങളെ നീ പ്രാപ്തരാക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. അല്ലെങ്കിൽ പൽക്കാലം ഞങ്ങളുടെ സഭയാകുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചില 3 മാസക്കാലം ആയല്ലോ കർത്താവേ, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാനോ, ആരാധനത്തിൽ പോയി ദൈവത്തെ ആരാധിപ്പാനോ, എല്ലാവരെയും ഒന്ന് കൂട്ടായ്മ ആചരിപ്പാനോ കാണുവാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും സ്വർഗം അറിയുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുവാൻ കർത്താവ് മതിയാതെയുമാകിയാൽ ദൈവത്തിന്റെ സ്തോത്രം. എത്രയും വേഗം ദൈവത്തിന്റെ പ്രവൃത്തി നീ വെളിപ്പെടുത്തണമേ. എല്ലാ അവസ്ഥകൾക്കും ഒരു ഭേദം വരുത്തി ഒരുമിച്ച് തന്നെ ആരാധിപ്പാൻ തക്കോണോ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ തക്കോണോ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലേലിയ ഞങ്ങളെ നീതീകരിക്കാൻ വേണ്ടി, ഞങ്ങൾ കർത്താവിന് കൊള്ളാവുന്നവരായി തീരുവാൻ വേണ്ടി, അതിനുപരിയായി അല്ലെങ്കിൽ ഞങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളുടെ ഈ അവസ്ഥകളൊക്കെയും വരുമ്പോൾ കൂടാതെ അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ അല്ലേലിയ ഒന്നുകൂടെ കാണുവാൻ, ഞങ്ങളുടെ ക്രൂശുകളെ കണ്ട് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഉണരുവാൻ, അല്ലെങ്കിൽ ക്ഷമിക്കേണ്ടത് ക്ഷമിപ്പാൻ, കർത്താവിന് സന്നിധിയിൽ ഏറ്റുപറയാൻ, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ വിശുദ്ധിയോടെ ഒരു ജീവിതം ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി തീർക്കണേ കർത്താവേ. ഹല്ലേലൂയ. ദൈവവചനങ്ങളൊക്കെ ഞങ്ങൾ പല മീഡിയ കൂടി കേട്ടോണ്ടിരിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടൊക്കെ കടന്നു വരും. എന്നാൽ കർത്താവേ, ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നുവെന്ന് ചിന്തിപ്പാൻ. ഹല്ലേലൂയ. ഇത് കേൾക്കുകയല്ല കർത്താവേ, കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ശാപത്തിന് കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഹല്ലേലൂയ, വലിയ വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊക്കെ ഞങ്ങളുടെ ശുദ്ധീകരണത്തിന്റെ സമയമാണ്. അത് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ. ലോകത്തിലേക്ക് നോക്കിയാൽ, രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ വഷളത പിന്നെയും പെരുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും കൊലപാതകങ്ങൾ, കർത്താവ് വ്യഭിചാരങ്ങൾ, ഹല്ലേലൂയ, മ്ലേച്ഛമായ അവസ്ഥകൾ, ഹല്ലേലൂയ, എന്തെല്ലാം കാര്യങ്ങളാണ്, മോഷണങ്ങളെല്ലാം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, നീ മനസ്സിൽ വലവേദനറിയാതെ നിനവേലെ ജനങ്ങൾ ഹല്ലേലൂയ ജീവിച്ചെന്നാൽ, ഹല്ലേലൂയ, അവിടെയൊക്കെ ദൈവത്തിന്റെ ഭക്തരെ അയച്ചു പോലെ ഈ ദിവസങ്ങളിൽ ചില അഭിഷക്തന്മാരെ നീ ഹല്ലേലൂയ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഹല്ലേലൂയ ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന വചനങ്ങള് ഈ ദിവസം അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, വചനം കേൾക്കാതെ അനേകർ കർത്താവെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ, കർത്താവിനെ അറിയാതെ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് ചെയ്തില്ല കർത്താവേ. എന്നാൽ ഈ ദിവസങ്ങൾ കർത്താവെ ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഹല്ലേലൂയ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനേകർ വിടുതൽ കാണുവാൻ, അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ കർത്താവേ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ മീഡിയയിൽ കൂടി, ഓരോ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെ ദൈവമക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, എല്ലാ ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവിടെ ആയിരിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ വെസ്റ്റേണിസ്റ്റുകൾ എല്ലാ സഭകളെ ഓർക്കുന്നു, കുട്ടിവിശ്വാസികളെ ഓർക്കുന്നു, ദൈവത്തിന്റെ കർത്താവിന്റെ ദാസന്മാരെ ഓർക്കുന്നു, ചുമതലവർക്ക് കർത്താവിന് ഭൃത്യനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, മഹാരാഷ്ട്രമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്രാമങ്ങളൊക്കെ ആയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപ ഞങ്ങളെ നടത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കാലം ഞങ്ങളുടെ സഭയുടെ എല്ലാ വിശ്വാസികളും കുട്ടിവിശ്വാസികളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആകാശിലെ 3 കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
കർത്താവ് 3 കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ആശിഷും കർത്താവ് സാമും അല്ലേലിയാവ് ആയിരിക്കുന്ന സ്ഥാനത്ത് ദേവരെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. സൗന്ദ്രന് കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരീരമായി കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അജിക്കായി സ്തോത്രം. എന്ത് കർത്താവ് ഭാരത്താലാണ്, എന്താ ശരീരത്തിന്റെ അല്ലേലിയ വേദനയാലാണ് ഭാരപ്പെടുന്ന അറിയുന്നില്ലെന്നാൽ കർത്താവിന്റെ അത്ഭുതകരം നീട്ടി അതിർച്ചകരം നീട്ടി പൽക്കാലം നിന്റെ മകളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അല്ലേലിയ ദൈവത്തിന് സ്തോത്രം. അല്ലേലിയ ജോർജ് ബ്രദറിനെ കുടുംബത്തെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേലിയ സജിമോനെ കുടുംബത്തെ ഓർക്കുന്നു. കുഞ്ഞുമോനെ കുടുംബത്തെ ഓർക്കുന്നു. അല്ലേലിനോയും കുടുംബത്തെ ഓർക്കുന്നു. യൂണിറ്റുകൾ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചിരിക്കുന്നല്ലോ. കർത്താവേ ദൈവത്തിന്റെ കരയിൽ പൽക്കാലം നിന്റെ ദാസന് വേണ്ടി നീട്ടണമേ. ഏതവസ്ഥയാണെങ്കിലും അല്ലേലി അത്ഭുത വിടുതൽ നീ കൽപ്പിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അല്ലേലി ലീലാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അല്ലേലൂയ അലക്സ് ബ്രദറിനായി സ്തോത്രം. കുടുംബാവരെ അനുഗ്രഹിക്കണം. അക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലിയ സലിലിന്റെ കുടുംബത്തെ ഓർക്കുന്നു. അക്ഷയ കുടുംബത്തെ ഓർക്കുന്നു. ഗ്ലോബൽ സിറ്റിയുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ അല്ലേലിയ ഡാനി ബ്രദറിനെ കുടുംബത്തെ ഓർക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ നീ സഹായിക്കണം. ആയിരിക്കുന്ന സ്ഥാനത്ത് വലിയ വൈഷമ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അല്ലേ സമയച്ചൊരുക്കത്താൽ അല്ലേലി ഓരോ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് സമയമില്ലെങ്കിലും കർത്താവേ എല്ലാം ദൈവം അറിയുന്നതിനായി സ്തോത്രം. മാത്യൂസ് ബ്രദറിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോശുവ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായി അവിടെ വളരുവാൻ തക്കണം ദൈവം സഹായിക്കണമേ. അവർക്ക് വേണ്ടുന്ന കൃപ കൊടുക്കണേ. വർഷയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട് വിടുതൽ തക്ക സമയത്ത് ദൈവം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതൽ ഊനമില്ലാത്ത കർത്താവേ അല്ലേലി പൂർണ്ണ വളർച്ചയുള്ള അല്ലേലി അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് നൽകി മാനിക്കുന്നതിനായി സ്തോത്രം. കുടുംബാവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേലി രാജുവിനെ കുടുംബത്തെ ഓർക്കുന്നു. കർത്താവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അല്ലേലി ഇസ്ലായിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അല്ലേലിയ പ്രത്യേകിച്ച് കർത്താവേ ജയ്സ് ബ്രദറിനെ കുടുംബത്തെ സുബാൻ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലുയ സ്തോത്രം സ്തോത്രം. കമഴമുള്ള 5 കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ അല്ലേലി പൽക്കാലം ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തായിരിക്കുന്ന എല്ലാവർക്കായി മനുവിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലുയ ലിജിനെ കുടുംബത്തെ ഓർത്ത് ലിജോയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലേലുയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവിടെ ആയിരിക്കാൻ സഹായിക്കണം. പ്രത്യേകിച്ച് മാതാവോ പിതാവോ സഹോദരങ്ങളോ ആരും അവിടെ അടുത്തില്ല. കർത്താവേ അല്ലേലിയ മാതാവായി പിതാവായി സഹോദരനായി സഹോദരിയായി സകലത്തിനും മര്യാദയുമായി ആലോചനക്കാരനായി പരിശുദ്ധാത്മാവേ നീ അവരെ നടത്തണമേ. അല്ലേലിയ സാത്താന്റെ വലയത്തിൽ അകപ്പെട്ടു പോകുവാൻ ഉപായത്താൽ ചതിക്കപ്പെടുവാൻ ഒന്നും ഇടയാകല്ലേ. ലോകത്തിന്റെ എല്ലാ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ ദൈവത്തിന് പിന്മാറി പോകുവാനല്ല ഒന്നുകൂടെ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അല്ലേലിയ ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സഹായിക്കണമേ. വൈഷമ്യമുള്ള അല്ലേലിയ അവസ്ഥകൾ അവർ ജീവിക്കുമ്പോൾ ദൈവമല്ലാത്തവർക്ക് സഹായിപ്പാൻ ആരുമില്ലേ. അല്ലേലി അനമസ്നായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എനിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അല്ലേലി ജോലി അല്ലേലി നേഴ്സസായി ജോലി ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. അല്ലേലിയ 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 മാനസികമായി സ്തോത്രം ചെയ്യുന്നു. വിനിക്കായി സ്തോത്രം ചെയ്യുന്നു. ജിൻസിക്കായി ചെയ്യുന്നു. ബിൻസിക്കായി സ്തോത്രം ചെയ്യുന്നു. വിനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഷിനുനായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലിയ എല്ലാവരും ദൈവം മനുവായിരിക്കും സ്ഥാനത്തോളം നീ അനുഗ്രഹിക്കണമേ. അനർത്ഥങ്ങൾ ആപത്തുകൂടാ. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് കിടന്ന കൊറോണ ബാധിച്ച് കിടക്കുന്ന അല്ലേലിയ അല്ലേലിയ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ദൈവമേ ഒരുപാട് കൂടാരത്തിൽ എടുക്കാവണം. ഒരു മുദ്രയാണ്. 1-2 പേരല്ല കർത്താവേ. ആയിരങ്ങളാണ് രോഗികളായി ഭാരപ്പെടുന്നത്. അതിന് മധ്യത്തിൽ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ കഴിയില്ലെങ്കിലും അവരുടെ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രക്തക്കോട്ടകളില് ഞങ്ങളുടെ സൂക്ഷിക്കേണ്ടതിനായി ദൈവകരങ്ങളില് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അല്ലേലൂയ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ അനേകർ പെട്ടുപോകുന്ന ലോകത്തില് അനേക കുഞ്ഞുങ്ങൾ കർത്താപ്പെടുന്നതിനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന്റെ പറയിൽ പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ മോളിയായിരിക്കുന്ന സ്ഥാനത്ത് ജോലിയിലായിരിക്കുന്ന ദൈവം കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം ായി പ്രാർത്ഥിക്കുന്നു. അല്ലേലിയ ലോക്ക്ഡൌൺ ഒക്കെ മാറി ഒരാരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ തരുന്നു. എന്നാൽ ചുരുക്കം ചിലരായി മാത്രമായിരിക്കും. എന്നാൽ ആരെയായാലും കർത്താവേ ഈ ദൗത്യനൊക്കെ എത്രയും വേഗം ഒരു മാറ്റം ഉണ്ടാകട്ടെ. ആരാധനകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയില് ദൈവം പ്രവർത്തിക്കണം. കർത്താവ് എത്രയും വേഗം തുറന്ന് അല്ലേ വലിയ ഉത്തരവാദിത്വം അല്ലേലി ഒരു എരിവ് കാലയത്തെ കുറിച്ചുള്ള എരിവ് ദാഹം ഒരു വിശപ്പൊക്കെ ഞങ്ങൾക്ക് തരണമേ. നിന്റെ ഭക്ഷിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും
കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരൊക്കെ ഭവനത്തിലാണ് ഇരിക്കുവാനോ പോലും കഴിവില്ലാതെ വെക്കേഷൻ ടൈമൊക്കെ അവരായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം എല്ലാത്തിനായി സ്തോത്രം കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു. ഹല്ലേലൂയ. ജെറുഷിക്കായി സ്തോത്രം, ജെർമിക്കായി സ്തോത്രം, കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അൽവിനയ്ക്കായി സ്തോത്രം, അബിയയ്ക്കായി സ്തോത്രം, ഹെബിലിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുവസിന്റെ ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ായി സ്തോത്രം ചെയ്യുന്നു, നേതനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ 4 കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പരിപാലിച്ചു കല്ലുക പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവങ്ങളെല്ലാവരും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂള് PIP എല്ലാവരും ഓർക്കും. യുവജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സഹായിച്ചാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായി ഹല്ലേലൂയ അത്ഭുത വിഷയമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ ഈ വീരാറിന്റെ പ്രദേശം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കരവ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ഓരോ സൊസൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൊസൈറ്റിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷം തട്ടാൻ കർത്താവ് വീരാർ ഈസ്റ്റ് വെസ്റ്റിലൊക്കെ ഹല്ലേലൂയ കർത്താവേ രോഗികളുണ്ട്. ഹല്ലേലൂയ പല സ്ഥലങ്ങളും സീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളെ നീ ഭദ്രമായി സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാത്തിനും നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉടാരച്ച ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളെ സൂക്ഷിച്ച ദേവദാസന്മാരെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർത്തകളിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബന്ധുജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കർത്താവേ. ദൈവം പ്രത്യേകിച്ച് ഒരു മൺസൂൺ സീസൺ കടന്നു വരുന്നു. ഹല്ലേലൂയ ഈ കൊറോണ ബാധിച്ച് പ്രയാസത്തിലായിരിക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകാതെ, പ്രളയം ഉണ്ടാകാതെ, ഹല്ലേലൂയ വെള്ളം കെട്ടിക്കിടക്കാതെ, ഹല്ലേലൂയ ഒരു നാശം ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ മുന്നമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായും കർത്താവേ ദൈവസന്നെ ഞങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിനൊക്കെ ദൈവം നീക്കിപ്പോക്ക് ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ച് ഞങ്ങളുടെ അനുഭവമാണ് കർത്താവേ. ഞങ്ങൾ എത്ര ആപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എല്ലാവരും ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇന്നത്തെ പൽക്കാല സഭായോഗമായി ദൈവസന്നെ ഞങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പറയണമേ. വചന ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവേ. ഇത് ശ്രമിക്കുന്ന എല്ലാവരും അല്ലാത്തവരും കർത്താവേ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഒരു ദോഷവും തട്ടാവണം. വരുന്ന ആഴ്ചയുടെ കാലം കർത്താവ് താമസമെങ്കിൽ ഹല്ലേലൂയ നിന്റെ വരവിന് വേണ്ടി നോക്കി പാർപ്പാൻ വിശുദ്ധമായ ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവത്തിലും ദൈവനാമോഹത്തണം, പുത്രനെ മഹത്വപ്പെടുത്തണം. മാനവും മഹത്വം അങ്ങേക്കിനായിരിക്കട്ടെ. യേശു ക്രിസ്തുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്നതിനായി വിശ്വാസത്തോടെ നമുക്ക് കർത്താവ് എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്നിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. പിന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കാനായി കർത്താവ് സഹായിക്കട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം സ്തോത്രം. ലോകമെമ്പാടും നാം അനുഭവിക്കുന്ന ഈ പ്രയാസം ദൈവമക്കളായിട്ടുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാനോ ആ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ആരാധന നടക്കാതിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. എന്നാൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഒന്നും. വരുന്ന ദിവസങ്ങളിൽ ഇതിനെല്ലാവരും മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മുടെ ഭവനങ്ങളിൽ നിന്നായാലും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ കർത്താവിനെ ഭയത്തോടെ സേവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഒരിക്കലും ആരാധിക്കാതെയോ പ്രാർത്ഥിക്കാതെയോ ദൈവജനം ധ്യാനിക്കാതെയോ നാം ഇരിക്കാൻ പാടില്ല എന്നത് നമുക്ക് മനസ്സിലാകേണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം മക്കളായിട്ടുള്ളവർ ദൈവഭവനം നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ആ ഉത്തരവാദിത്വത്തോടെ ആ ഗൗരവത്തോടെ തന്നെ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് തന്നെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ദൈവം എല്ലാവരെയും അതാത് ഭവനങ്ങളിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പനിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായി 92-ാം സങ്കീർത്തനം അതിലെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. Psalms 92 verses 12 to 15. 92-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
അവർ പുഷ്ടി വെച്ചും പച്ച വെച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിനെ തന്നെ. 92-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. സ്തോത്രം. ഞാൻ വായിച്ച ആദ്യത്തെ വാക്യം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ആ വാക്യങ്ങളിൽ 2 പദം, ഒന്ന് പന പോലെ തഴയ്ക്കുമെന്നും മറ്റൊന്ന് ദേവദാരു പോലെ വളരുമെന്നാണ്. തഴയ്ക്കുകയും വളരുകയും ചെയ്യുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം പലപ്പോഴും നമ്മൾ ദൈവമക്കളല്ലാത്ത പ്രിയപ്പെട്ടവർ പലപ്പോഴും അതിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന്. അങ്ങനെയല്ല വേദപുസ്തകത്തിലെന്ന് നമുക്കറിയാം. അവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നീതിമാൻ പന പോലെ തഴയ്ക്കും, അവന് ലെബാനോനിലെ ദേവദാരു പോലെ വളരും. 92-ാം സങ്കീർത്തനം പൊതുവായി നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നീതിമാനെ കുറിച്ച് നമുക്ക് കാണാനായി കഴിയും, മറ്റൊന്ന് ദുഷ്ടനെ കുറിച്ചും കാണാനായി കഴിയും. ദുഷ്ടന്മാർ എന്ന വേദപുസ്തകത്തിൽ വിശേഷിച്ചും സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത് ദൈവം ഇല്ലാത്തവനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവനെ കുറിച്ചും ദൈവത്തെ മനസ്സിലാക്കാത്തവനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് ഗ്രഹിക്കാത്തവനെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ ദുഷ്ടൻ എന്ന് എഴുതിയിരിക്കുന്നത്. 92-ാം സങ്കീർത്തനത്തിൽ 2 താരതമ്യ പഠനങ്ങൾ നമുക്ക് കാണാനായി കഴിയും. ഒന്ന്, ദൈവത്തെ അറിയുന്ന നീതിമാന്മാരായ വിശുദ്ധന്മാരായ ദൈവഭക്തന്മാരായ ആൾക്കാർ. മറ്റൊന്ന്, അതറിയാത്ത ദുഷ്ടന്മാരായ ആൾക്കാർ. സ്തോത്രം. 2 പേരുടെയും അവസാനത്തെ കുറിച്ചും ആ തിരുവഴുത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് കാണാനായി കഴിയും. ഈ ദൈവത്തെ മാനിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈദ്യനെ കുറിച്ച് ഈ സങ്കീർത്തനത്തെ എഴുതിയിരിക്കുന്നത്, അവൻ രാവിലെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. അതിന്റെ 3-ാമത്തെ വാക്യം എന്ന് നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് പ്രസിദ്ധമായ പദമാണ്, സങ്കീർത്തനമാണ്, വാക്യമാണ്, രാവിലെ നിന്റെ ദൈവം രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഒരു ദൈവ പൈതലിന്റെ രാവും പകലുമുള്ള ഉത്തരവാദിത്വം അത് ദൈവത്തിന്റെ ദയയെയും ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം പലവട്ടം ഉരുവിട്ട ഒരു കാര്യമുണ്ട്, കർത്താവേ, നീ തന്ന സൗഖ്യത്തിനായി സ്തോത്രം, നീ തന്ന സമാധാനത്തിനായി സ്തോത്രം, നീ തന്ന നന്മകൾക്കായി സ്തോത്രം. ഇതാണ് രാവും പകലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അത് ദൈവത്തെ അറിയുന്നവന് മാത്രമേ ആ ക്രിയ ചെയ്യുവാനായി കഴിയൂ. ദൈവത്തെ അറിയാത്തവന് ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കഴിയാറില്ല. അവൻ അവന്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു ദൈവവൈദ്യനെ കുറിച്ച്, നീതിമാനായ ഒരു ദൈവവൈദ്യനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ രാവിലെ ദൈവത്തിന്റെ ദയയെയും രാത്രി തോറും ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നു. ഓരോ രാവും ഓരോ പകലും അവൻ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും വർണ്ണിച്ച് 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 അത് ദൈവത്തിന് മഹത്വകരമായ നിലയിൽ ദൈവത്തെ മാനിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ആത്മീയ ഉത്തരവാദിത്വമാണ്, ആത്മീയ കടമയാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ അവന് കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവം തന്നിരിക്കുന്നു എന്ന് ഓർത്തല്ല നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, മറിച്ച് സ്തോത്രം, അവൻ ഇതെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ദൈവം ചെയ്തില്ലെങ്കിലും അവൻ ആരാധ്യനായ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ ദയയെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഒരു ദൈവവൈദ്യൻ അവന്റെ നാമത്തെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവവൈദ്യന്റെ ഒരു ക്വാളിറ്റി. അതവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ ഒരു ദൈവവൈദ്യനെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമുക്ക് ഉളവാക്കുന്ന കാര്യം? ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ. അതെന്താണ്? സ്തോത്രം. നമുക്കറിയാം, ആത്യന്തികമായ ദൈവിക രക്ഷ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ മേൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. സ്തോത്രം. മറ്റെല്ലാ നന്മകളും മറ്റെല്ലാ പ്രതികളും മറ്റെല്ലാ സുഖസൗകര്യങ്ങളും ഒക്കെ ദൈവം തന്ന് നമ്മുടെ മേൽ വിവിധ തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവം ചെയ്തപ്പോഴും നാം ഓർക്കേണ്ട കാര്യമുണ്ട്, ഒരിക്കൽ ലഭ്യമാകാതെ പോയ അല്ലെങ്കിൽ ഒരിക്കൽ ലഭ്യമാകേണ്ടാത്ത
ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ലഭ്യമാകാൻ യോഗ്യതയില്ലാത്ത ആ ആത്മരക്ഷ സൗജന്യമായി ദൈവം എനിക്ക് തന്നു. ആ ദൈവപ്രവൃത്തി എന്റെ മേൽ അവൻ വെളിപ്പെടുത്തി. അതാണ് നമുക്ക് ദൈവസനിൽ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസൻ നമുക്ക് സന്തോഷിക്കുവാനുള്ള ഏറ്റവും കാതലായ കാര്യം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നതിന്, ദൈവമേ രാവിലെ നിന്റെ ദയയെ, രാത്രി തോറും നിന്റെ വിശ്വസ്തതയും ഞാൻ വർണ്ണിക്കുന്നു. ദൈവമേ നിന്റെ പ്രവൃത്തികൾ ഞാൻ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അത്ര ബൃഹത്തായ, അത്ര വിപുലമായ, അത്ര മനോഹരമായ, അത്ര ശ്രേഷ്ഠമായ പ്രവൃത്തികളാണ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ നീ എന്റെ ജീവിതത്തിൽ ചെയ്ത ആ പ്രവൃത്തികൾ ഓർത്ത് രാവിലെ നിനക്ക് മഹത്വം കരയറ്റുന്നു, രാത്രി തോറും നിനക്ക് മഹത്വം കരയറ്റുന്നു. 24 മണിക്കൂറും രാവും പകലും ആ ദൈവത്തിന്റെ വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദൈവവൈദ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. യഹോവേ നിന്റെ പ്രവൃത്തികളെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവ പ്രവൃത്തികൾ നമുക്ക് എപ്പോഴും ആനന്ദത്തിന് കാരണമാകുന്നു. ആ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവവൈദ്യരെ ഒരു കാലത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ മേൽ വലിയ 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 പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് പിന്നെയും ആനന്ദത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിൽ ഉല്ലസിക്കുന്നതിനും ദൈവത്തിൽ സന്തോഷിക്കുന്നതിനും കാരണമാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ആത്മരക്ഷ പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത ആ ദൈവക്രിയയെ ഓർക്കുമ്പോൾ, ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഇടയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റെല്ലാ കാര്യങ്ങളും സന്തോഷിക്കാൻ ഇടയുള്ള കാര്യമാണെങ്കിലും എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, സൗജന്യമായ ദൈവരക്ഷ എന്റെ മേൽ തന്നു. ആ രക്ഷണ്യ ക്രിയയിലേക്ക് ദൈവം എന്നെ നയിച്ചു. ആ ദൈവപ്രവൃത്തി എന്റെ മേൽ വെളിപ്പെട്ടു വന്നു. അതാണ് നമുക്ക് എല്ലാ കാലവും ദൈവത്തിൽ സന്തോഷിക്കുവാനിടയാകുന്ന ആത്യന്തികമായ കാരണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമായിരിക്കുന്നു, എത്ര വലിയവയായിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ലോകമെമ്പാടും രോഗികൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് രോഗികളായി ഭാരപ്പെടുന്നത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് രോഗികൾ ഭാരപ്പെടുന്നു. അതുപോലെ തന്നെ ദൈവം അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. ഏകദേശം 70 ലക്ഷം 69 ലക്ഷത്തിലധികം ആൾക്കാർ രോഗികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളും കഷ്ടപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. 33 ലക്ഷത്തിലധികം രോഗികളെയാണ് ദൈവം സൗഖ്യമാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രവൃത്തികളിൽ വലിയവ ചെയ്യുന്ന ദൈവമാണ്. ദൈവമേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങളും അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന്റെ വിചാരങ്ങൾ അഗാധമായത് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതിനേക്കാൾ, നമ്മുടെ ബുദ്ധിയേക്കാൾ, നമ്മുടെ ചിന്തയിൽ വരുന്നതിനേക്കാളും ആഴമായിരിക്കുന്നു ദൈവത്തിന്റെ വിചാരം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ മേൽ ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെ ആ ഗാംഭീര്യം ഓർത്ത്, ആ പ്രവൃത്തിയുടെ വലിപ്പത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയണം. ഹല്ലേലൂയ. എത്ര നന്മയാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്, എത്ര വിലപിടിപ്പുള്ള ഉപകാരമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, മറ്റാർക്കും ചെയ്യാൻ യോഗ്യമല്ലാത്ത ഒത്തിരി വലിയ കാര്യങ്ങളാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് അവൻ എന്നേക്കുമായി നമ്മെ വീണ്ടെടുത്തു. ആ ദിവ്യ സന്തോഷം, ആ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നതോർത്ത് ഒരു ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. 7ാമത്തെ വാക്യം മുതൽ, 6ാമത്തെ വാക്യം മുതൽ അവിടെ വായിക്കുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ഈ സംഗീതം നമ്മൾക്ക് മനസ്സിലാക്കിയത്, മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നേയില്ല. ഏതറിയുന്നില്ല? ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി എന്ത്, അവന്റെ വിചാരങ്ങൾ എന്ത്,
അവൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, അവന്റെ ദയയുടെ ആഴമെന്ത്, അവന്റെ വിശ്വസ്തയുടെ വലിപ്പമെന്ത് എന്ന് ഒരു ദൈവവൈതലിന് തിരിച്ചറിയാനായി കഴിയും. എന്നാൽ മൃഗപ്രായനായ മനുഷ്യന് അത് തിരിച്ചറിയാനായി കഴിയുന്നില്ല. മൂഢൻ അതിനെക്കുറിച്ച് ഗ്രഹിക്കുന്നത് പോലുമില്ല. ദൈവവൈതലിൽ ഓരോ രാവും ഓരോ പകലും നാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ, കഴിഞ്ഞ രാത്രി നിന്റെ ദയക്കായി സ്തോത്രം, നിന്റെ വിശ്വസ്തയ്ക്കായി നിനക്ക് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, അവിടുത്തെ വിശ്വസ്തത എന്റെ മധ്യേ ഉണ്ടല്ലോ, എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഒരു ദൈവവചനം രാവും പകലും പിന്നിടുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്ത്, ദൈവത്തിന്റെ നന്മകളെ ഓർത്ത്, ദൈവത്തിന്റെ വിചാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് ദൈവവൈതന്റെ കർമ്മം. നോക്കൂ, ഇവിടെ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. 7ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തളിക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, ദൈവത്തെ അറിയാത്ത മൃഗപ്രായനായവൻ അത് അറിയാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ക്രിയ എന്താണെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ ആഴം അവന് മനസ്സിലാകാതിരിക്കുമ്പോൾ അവന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ എന്നേക്കും നശിച്ചു പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് താഴോട്ട് നമ്മൾ വായിക്കും. അവിടെയാണ് ഞാൻ വായിച്ച വാക്യം. കർത്താവിന് സ്തോത്രം. അതിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ ക്രിയകൾ, ഇതൊന്നും മനസ്സിലാകാത്തവൻ, അതിന്റെ ക്രിയകൾ, അതിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തെന്ന് മനസ്സിലാക്കാത്ത മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല. ദുഷ്ടൻ അത് ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്നേക്കും നശിച്ചു പോകുന്നു. ഈ ലോകത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ത് എന്ന് മനസ്സിലാക്കാത്തവൻ എന്നേക്കും നശിക്കുന്നു. എന്നേക്കും നശിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം ഈ ഭൂമിയിലെ നാശം മാത്രമല്ല, അവൻ ആത്യന്തികമായി നാശത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എന്നേക്കും പല്ലുകടിയും കരച്ചിലും ദുഃഖവും ഹല്ലേലൂയ ഉള്ള ആ കൊടിയ നാശത്തിലേക്കാണ് അവൻ പോകുന്നത്. സ്തോത്രം. അവിടെ ചെന്നുപെട്ടാൽ പിന്നെ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും. അവിടെ ആഴമായ തീയുടെ, കെട്ടുപോകാത്ത തീയും നശിച്ചു പോകാത്ത ചത്തുപോകാത്ത പുഴു ഉള്ള ആ നരകത്തിന്റെ യാതന ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തെ അറിയാത്തവനായ മൃഗപ്രായനായ ദുഷ്ടനായ മനുഷ്യൻ ദൈവത്തിന്റെ ദയ എന്ത്, ദൈവത്തിന്റെ വിശ്വസ്തത എന്ത്, ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ത്, അവൻ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ തലമുറകളുടെ മേലും എന്റെ നാടിനും എന്റെ വീടിനും എന്റെ ദേശത്തും ഈ പ്രകൃതിയിലും ദൈവം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ എന്ത് എന്ന് മനസ്സിലാകാത്ത മൃഗപ്രായനായ മനുഷ്യൻ, സ്തോത്രം, അവൻ എന്നേക്കും നശിച്ചു പോകും. അതുകൊണ്ട് ദൈവവൈതലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം ആര് എന്നും ദൈവത്തിന്റെ മാഹാത്മ്യം എന്ത് എന്നും അവന്റെ ദയ എന്ത്, അവന്റെ വിശ്വസ്തത എന്ത്, അവന്റെ പ്രവൃത്തികൾ എന്ത്, അവന്റെ ക്രിയകൾ എന്ത്, അവന്റെ നമ്മോടുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ എന്ത് എന്നൊരു ദൈവവൈതൽ തിരിച്ചറിഞ്ഞ് അവനെ മാനിക്കേണ്ടതാകുന്നു ദൈവവൈതൽ. അങ്ങനെയുള്ള ദൈവവൈതലിനെ കുറിച്ചാണ് 12ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ വന പോലെ തഴയ്ക്കും, അവൻ ദേവദാരു പോലെ വളരും. സ്തോത്രം. മൃഗപ്രായനായ മനുഷ്യൻ ദൈവത്തെ കുറിച്ച് അറിയാതിരിക്കുമ്പോൾ, അവന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാകാതിരിക്കുമ്പോൾ, മൂഢന് അതിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാതിരിക്കുമ്പോൾ അവൻ എന്നേക്കും നശിച്ചു പോകുന്നു. അവന്റെ ജീവിതം അവിടെ അവസാനിക്കും. ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്തതിൽ അവൻ അമ്പേ പരാജയപ്പെട്ട് നശിച്ചു പോകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവവൈതൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിനെ കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു. അവൻ തഴയ്ക്കുന്ന ഒരു ദൈവവൈതലാണ്, അവൻ വളരുന്ന ഒരു ദൈവവൈതലാണ്. അവൻ തഴച്ചുകൊണ്ടേയിരിക്കും, അവൻ വളർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയുന്ന നീതിമാൻ ദൈവത്തെ കുറിച്ച് പറയും, ദൈവമേ, നീ എന്നേക്കും അത്യുന്നതനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. The righteous man will flourish like a palm tree. ആ ട്രീ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നാട്ടിലുള്ള നമ്മുടെ പന, അതും നമുക്കറിയാം. അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാം, ധാരാളം പന അവിടെയുമുണ്ട്.
ദൈവത്തിന് സ്തോത്രം. നീതിമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പന പോലെ തഴയ്ക്കും എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പനയുടെ ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്, അത് വരണ്ട മണ്ണിൽ ആഴത്തിലേക്ക് വേരിറക്കി വെള്ളമെടുക്കാൻ കഴിയുന്ന ഒരു മരമാണ്. വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ വലിയ അവസരങ്ങളിൽ നിന്ന് വെള്ളം അടിച്ചെടുക്കാനായി കഴിയുന്ന ഒരു മരമാണ് പന. മണ്ണിൽ ആഴത്തിലേക്ക് വേരിറക്കി വെള്ളമെടുക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആഴത്തിലേക്ക് വേരിറക്കപ്പെട്ട ഒരു വൃക്ഷം ഒരു കാരണവശാലും സ്തോത്രം ഒരു ചെറിയ കാറ്റിനാൽ തകർന്നു പോകപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ആഴത്തിൽ വേരിറക്കി വളരെ കാര്യമായ ജലം സംഭരിച്ച് കുടിച്ച് നിലനിൽക്കേണ്ടവരാണ് ഒരു നീതിമാൻ എന്ന ദൈവമായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത്, പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ബുദ്ധിയുള്ളവൻ സമനായിരിക്കും. അവൻ ആഴത്തിലേക്ക് വേരിറക്കി, അവന്റെ വേര് ആഴത്തിലായിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല പരിസരങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അവൻ ജീവിക്കുവാനായി കഴിയുന്നുവെങ്കിൽ ഏത് കൊടുങ്കാറ്റിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ അലച്ചു വന്നാലും സ്തോത്രം, അത് അവനെ തകർച്ചയിലേക്ക് നയിക്കുകയില്ല. കാരണം അവന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മാത്രമല്ല, നന്നായിട്ട് ആ ആഴത്തിലേക്ക് വേരിറക്കി അവിടെ നിന്നും വെള്ളം വലിച്ചു കുടിച്ച് സ്തോത്രം സമൃദ്ധിയോടെ നിൽക്കുന്ന ഈ പനയെ പോലെയാണ് ഒരു നീതിമാൻ എന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കും. ദൈവമൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം ഹല്ലേലൂയ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായി പോകുമ്പോൾ നമ്മൾ സുഖകരമല്ലാത്ത അനുഭവമായിരിക്കുമ്പോൾ, ഏറ്റവും ഹൃദയവേദനയാകുന്ന ഒട്ടനവധി വാദങ്ങൾ നാം കേൾക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളും കഷ്ടതകളും നാം കേൾക്കുമ്പോൾ, ദൈവമൈതലേ, ഞാൻ എവിടെയായിരിക്കുന്നു, എന്നെ എവിടെയാണ് ദൈവം നട്ടിരിക്കുന്നത്, എത്ര ആഴത്തിലായിരിക്കുന്നു അറിയുവാൻ ഒരു ദൈവമാകുന്ന നീതിമാനെ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവൻ എങ്ങനെയാണ് തഴയ്ക്കുന്നത്? ഒരു പന പോലെ തഴയ്ക്കുന്നു. വേരിറക്കി വെള്ളം എടുക്കാൻ കഴിയുന്ന ഒരു പന പോലെ അതിനെ പോഷിപ്പിക്കുന്നു. ഒട്ടകൾക്ക് ഒരു ചെറിയ ആഹാരമായിട്ടാണ് പനയുടെ വിത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതിന്റെ ഇലകൾ കൊണ്ട് വലിയ കൊട്ടകൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം, വിശേഷിച്ച് തമിഴ്നാടിന്റെ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പന ധാരാളം ഉപയോഗിക്കുന്ന തമിഴ്നാട്ടുകാരായ ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇലകൾ കൊണ്ട് ആ കൊട്ടകൾ ഉണ്ടാക്കുന്നു. സ്തോത്രം. ഏകദേശം 6 അടി നീളമുള്ള ബലമുള്ള ഇലകളും അതിന്റെ കൊമ്പുകളും വേലികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ പലതരത്തിൽ ഉപയോഗമുള്ള ഒരു പന. ഇതിന്റെ ചാറ് കൊണ്ട് വളരെ വീര്യമുള്ള പാനീയങ്ങൾ ഉണ്ടാക്കും. അത് ഈ പൂർവ്വദേശങ്ങളിൽ, അതായത് വിശേഷിച്ചും മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്ക് ഉള്ള ആൾക്കാർക്ക് അറിയാം. അതിന്റെ ചാറ് കൊണ്ട്, ഈ പനയുടെ ഇലയുടെ ചാറ് കൊണ്ട് വളരെ വീര്യമുള്ള പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. അതുപോലെ തന്നെ പനയുടെ ഇലകളുടെ നാരുകൾ കൊണ്ട് കയറുകൾ ഉണ്ടാക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പനയുടെ കെട്ട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വിറകായിട്ടോ ഉപയോഗിക്കുന്നതിന് കഴിയും. എന്ന് പറഞ്ഞാൽ പന വാസ്തവത്തിൽ ഒരു തരത്തിലും ഉപയോഗശൂന്യമല്ലാത്ത ഒരു നല്ല വൃക്ഷമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കേരളത്തിലെ തെങ്ങ് പോലെ തെങ്ങിന്റെ ഒരു കാര്യവും കളയാനായിട്ടില്ല. തെങ്ങിൻ തടിയാവട്ടെ, തേങ്ങയാവട്ടെ, ഓലയാവട്ടെ, മടലാവട്ടെ, കൊതുമ്പാകട്ടെ, ചൂട്ടാകട്ടെ, ഇതെല്ലാം സ്തോത്രം നമുക്ക് ആ വൃക്ഷത്തിൽ നിന്ന് എത്ര മനോഹരമാണ്. ഒരു കംപ്ലീറ്റ് ട്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തെങ്ങിനെ കുറിച്ച് പറയാം. മാത്രമല്ല, തേങ്ങ നോക്കൂ, ആ തേങ്ങ തന്നെ, ആ തേങ്ങ വലിപ്പത്തിലിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ തോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശരിക്കുമുള്ള അനുഭവത്തിലേക്ക് വരുന്നു. പിന്നെ അത് തന്നെ പൊട്ടിച്ചാൽ ചിരട്ട കിട്ടുന്നു. ചിരട്ട തരത്തിലുള്ള
ഉപയോഗത്തിന് കാരണമാകുന്നു. പിന്നെയാണ് നമ്മൾ ശരിക്കുള്ള ഒറിജിനൽ തേങ്ങയിലേക്ക് ചെല്ലുന്നത്. തേങ്ങ വെള്ളം എത്ര മനോഹരമായ സ്വാദുള്ള ഒരു പാനീയമാണ് എന്ന് പറഞ്ഞ അതുപോലെ ഏറ്റവും മനോഹരമായ ഒരു വൃക്ഷമാണ് ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇലകളാവട്ടെ, തണ്ടുകളാവട്ടെ, വിത്തുകളാവട്ടെ, തടിയാവട്ടെ, അതിനെ അരച്ച് ഉണ്ടാക്കുന്ന ചാറുകളാവട്ടെ, ഇതെല്ലാം എല്ലാ വിധത്തിലും ഗുണകരമായ ഒരു വൃക്ഷമാണ് പന എന്ന് പറയുന്നത്. അപ്പൊ നീതിമാൻ ഇതുപോലെ തഴയ്ക്കും എന്നാണ് തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ പന നിൽക്കുന്നത് ഒട്ടും സുഖകരമല്ലാത്ത വെള്ളമോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തായിരിക്കാം. പക്ഷെ അതിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുവാനായി കെൽപ്പുള്ള ഒരു വൃക്ഷമാണ് പന. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇതിലെ സുഖകരമല്ലാത്ത, അനുയോജ്യമല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നാം ആയിരുന്നാലും അവിടെ തകർന്നു പോകാതെ ദൈവത്തിലുള്ള ആശ്രയ നിമിത്തം, ദൈവത്തിലുള്ള ശരണ നിമിത്തം, ദൈവത്തിലുള്ള വിധേയത്വ നിമിത്തം നമുക്ക് ആഴമായി ദൈവത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വേര് ആഴമായി ഉറച്ച് ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനായി ഒരു ദൈവവൈതലിന് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ വേര് ആഴത്തിൽ ഇറങ്ങാൻ ഉണ്ടാകുന്ന ഗുണമാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പാറമേൽ വീട് പണിയുന്ന മനുഷ്യനായിരിക്കുന്നു. അത് കാറ്റടിച്ചോട്ടെ, വൻമഴ ചൊരിഞ്ഞോട്ടെ, ഭീകരമായ പ്രതിസന്ധികൾ ആ വീടിന് നേരെ വന്നോട്ടെ, അത് തകർന്നു പോകുകയില്ല. കാരണം അത് ഏറ്റവും മികച്ച അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ദൈവവൈതലെ പനയുടെ മേലും ഒരു രൂക്ഷമായ കാറ്റടിക്കുമ്പോൾ സ്തോത്രം, ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രകൃതിയുടെ ചില പ്രതിബന്ധങ്ങൾ ആ പനയുടെ നേരെ അടിച്ചാലും അത് തകർന്നു പോകാത്തതിന്റെ മൂലകാരണം അതിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു മാത്രമല്ല, അതിൽ നിന്നും വെള്ളം സംഭരിച്ച് അത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് അത് തഴയ്ക്കുന്നത്. ഒരു പനയ്ക്കും ആ വെള്ളം കൊണ്ട് ഒഴിക്കാറില്ല. എന്നാൽ കാട്ടിലും വനാന്തരങ്ങളിലുള്ള ഒരു പന തഴച്ചു വളരുന്നത് അതിന്റെ സ്വയം പ്രയത്നത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്വയം പ്രയത്നം ആഴത്തിലേക്ക് വേരിറക്കി സമീപ ദേശങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചുകൂട്ടി അത് പിടിച്ച് വൃത്തിയായിട്ട് ഫലഭൂയിഷ്ടമായ ഒരു വൃക്ഷമായിട്ട് നിൽക്കുന്നത് പോലെ ദൈവവൈതലെ ആരുടെയും സഹായം നിനക്കില്ലെങ്കിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും, ഏത് കണ്ണുനീരിന്റെ അനുഭവത്തിലും, ഏത് ദുരിതങ്ങളുടെയും അനുഭവത്തിലും ആരും നിനക്ക് കൂട്ടാളികളായിട്ടില്ലെങ്കിലും സർവശക്തനായ ഒരു ദൈവം നിന്റെ പക്ഷത്തുണ്ട് എന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, എന്റെ ആത്മീയ വേര് എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്, അത് ദൈവത്തിലേക്ക് ആഴമായി ഇറക്കിയിരിക്കുന്നു, അത് ഞാൻ സമ്പന്നമായി സൂക്ഷിക്കുമെന്ന് പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ഇതുപോലെ ഒരു നീതിമാൻ തഴയ്ക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിച്ചോട്ടെ, ഒരു പ്രയാസം വന്നോട്ടെ, ഒരു ദുരിതം വന്നോട്ടെ, ഒരു രോഗം വന്നോട്ടെ, ഒരു പ്രതിബന്ധം വന്നോട്ടെ, ദൈവമതില് തകർന്നു പോകാൻ ഇടവരുത്. കാരണം നിന്റെ വേര് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ നമ്മുടെ വേര് ഉറച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിലാണ് നമ്മുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരു പ്രതിബന്ധങ്ങൾക്ക് നമ്മളെ തകർത്ത് കളയുവാൻ കഴിയില്ല. വേദനകൾ വർദ്ധിക്കട്ടെ, രോഗങ്ങൾ വർദ്ധിക്കട്ടെ, പ്രതിബന്ധങ്ങൾ വർദ്ധിക്കട്ടെ, സ്തോത്രം, നമുക്ക് അനുയോജ്യമല്ലാത്ത പ്രയാസങ്ങൾ നമ്മൾ ദേശത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാൻ കാരണമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നീ തകർന്നു പോകാൻ ഇടവരുത്, നീ നിരാശപ്പെട്ടു പോകാൻ ഇടവരുത്. ഏത് കൊടിയ കാറ്റ്, ഏത് വലിയ കാറ്റ് നിന്റെ പടകിന്റെ നേരെ ആഞ്ഞടിച്ചാലും സ്തോത്രം, നിന്റെ വിശ്വാസത്തിന്റെ വേരുകൾ, നിന്റെ ജീവിതത്തിന്റെ വേരുകൾ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചിരിക്കുന്നുവെങ്കിൽ ആ വേരുകൾ ആഴമായി താഴേക്ക് ചെന്ന് അത് അടിസ്ഥാനമുള്ളതായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഒരിക്കലും ഒരു കാറ്റിനും നിന്റെ വിശ്വാസത്തിന്റെ പടകിനെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ പന പോലെ തഴയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ലെബാനോനിലെ ദേവദാരു പോലെ അത് വളരും എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. The righteous man will grow like a cedar in Lebanon എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പ്രാഥമികമായി ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഒന്ന്, അവൻ തഴയ്ക്കണം, വളരണം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും വളർന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ് ദൈവവൈതലിന്റെ ക്രൈസ്തവ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് തിരുവെഴുത്ത് നമ്മോട് പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ദൈവവൈതലേ, അത് വളരാതിരുന്നാൽ സ്തോത്രം, നമുക്ക് വളർച്ചയില്ല എങ്കിൽ പിന്നെ നമുക്ക് ദുരിതമായി തീരും, അല്ലെങ്കിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദുഷ്ടന്മാരെ കുറിച്ച് 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ എന്നേക്കും നശിച്ചു പോകേണ്ടതാകുന്നു. അവർ എന്നേക്കും നശിച്ചു പോകുന്നു. എന്തോന്നറിയാമോ? അവരുടെ പേര് ആഴമായ നിലയിൽ, സ്ഥായിയായ നിലയിൽ, ഉറപ്പില്ലാത്ത നിലയിലായിരിക്കുന്നത് കൊണ്ട് അവർ നശിച്ചു പോകുന്നു. അവർക്ക് ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളില്ല, ദൈവത്തെ കുറിച്ചുള്ള വിചാരമില്ല, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള അറിവ് അവർക്കില്ല. മൂഢൻ അത് ഗ്രഹിക്കാതെ പോകുന്നു, ദുഷ്ടൻ അത് അറിയാതെ പോകുന്നു. എന്നാൽ സാധുവായ ഒരു ദൈവപൈതൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിനെക്കുറിച്ച്, ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച്, അവന്റെ ക്രിയയെക്കുറിച്ച്, അവന്റെ നന്മകളെ കുറിച്ച് ഒരു ദൈവപൈതൽ ഓർക്കുമ്പോൾ അവന്റെ ഹൃദയം ആനന്ദത്താൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. അവന്റെ വളർച്ചയുടെ അടിസ്ഥാനം അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ പരപോലെ കഴിക്കും, ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും. ദൈവത്തിന് നമ്മൾ വളരേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടവരാണ്, നമ്മൾ തഴച്ച് വളരേണ്ടവരാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ട് സ്തോത്രം അതിനാവശ്യമായ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ആ കൃഷിക്കാരൻ അത് വളർന്നോ എന്ന് ഓരോ ദിവസവും നോക്കുമ്പോൾ സ്തോത്രം അതിന്റെ നാമ്പ് ആദ്യം കിളിച്ചു വരുന്ന സമയത്ത് തന്നെ സ്തോത്രം കർഷകൻ എന്തുമാത്രം സന്തോഷിക്കും, അത് നട്ടവൻ എന്തുമാത്രം സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ ദൈവവൈതലേ, അതിന്റെ വളർച്ച എത്ര ഗ്രാജുവലാണ്, എത്ര സാവകാശമായിട്ടാണ് അതിന്റെ വളർച്ച ഉണ്ടാകുന്നത്. ഒരു രാവ് കൊണ്ട് ഒരു വൃക്ഷവും പൂത്തുലയ്ക്കാറില്ലല്ലോ, അത് എത്രയോ നാളുകൾ കൊണ്ടാണ് ആ ക്രിയകൾ സമ്പൂർണ്ണമാകുന്നത്. ദൈവവൈതലേ, നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഇതാണ്, നീ തഴച്ചു വളരണമെന്നാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പതറിപ്പോകാൻ ഇടവരാതെ, പ്രതിബന്ധങ്ങൾ ഏറെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, കട്ടതയുടെയും കണ്ണുനീരിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഇച്ഛിക്കാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ദൈവവൈതലേ, അവിടെയും നീ നേരോടെ നിൽക്കണമെന്നും നിന്റെ വേര് ക്രിസ്തുവിൽ ഉറച്ചിരിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ തഴച്ചു വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ പട്ടുപോകാൻ ഇടവരരുത്, നശിച്ചു പോകാൻ ഇടവരരുത്. ദൈവത്തെ കുറിച്ച് അറിയാത്തവൻ നശിച്ചു പോകും. അവന് ദൈവത്തിന്റെ പ്രവൃത്തികൾ അറിയില്ല, അത് ഗ്രഹിക്കാനുള്ള മനസ്സവനില്ല. എന്നാൽ ദൈവമായതിൽ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവൻ തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കും. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന്റെ ക്വാളിറ്റി. എന്താ കാര്യം എന്നറിയാമോ? നമുക്ക് കിട്ടുന്ന വെള്ളവും വളവും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ കുറിച്ച് ഓരോ ദിവസവും അറിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, അവന്റെ പ്രവൃത്തി, അവന്റെ വിചാരങ്ങൾ, ഇതൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും തോറും നമ്മുടെ ജീവിതത്തിൽ വെള്ളവും വളവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, തിരുവെഴുത്തെന്ന ആ വെള്ളം നമ്മൾ ഓരോ ദിവസവും കുടിക്കും തോറും, ഹല്ലേലൂയ, ദൈവവചനം എന്ന വെള്ളം നാം എല്ലാ ദിവസവും കുടിക്കും തോറും, നമുക്കറിയാം ഒരു ദേശത്തും വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാനായി കഴിയില്ല. ആഹാരം കഴിക്കാതെ ഏറെ ദിവസം ജീവിക്കാനായി കഴിഞ്ഞേക്കാം, പക്ഷെ വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ദൈവവൈതലേ, തിരുവെഴുത്ത് എന്ന വെള്ളം കുടിക്കാതെ നിനക്ക് വളരാനും തഴയ്ക്കാനും കഴിയില്ല. ഹല്ലേലൂയ. ഒരു ചെടിയിൽ ഹല്ലേലൂയ വെള്ളം ഒഴിച്ച് ആ കർഷകൻ അതിനാവശ്യമായ വളം കൊടുക്കുന്നത് പോലെ വെള്ളം എന്ന വചനം ദിവസം തോറും കുടിച്ച് സ്തോത്രം ഈ ആത്മഭോജനം ഓരോ ദിവസവും ഭക്ഷിച്ച് ദൈവത്തെ മാനിക്കുന്ന ഒരു ദൈവവൈതൽ നീതിമാൻ അത് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പന പോലെ തഴയ്ക്കുമെന്നും ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തഴച്ചു വളരേണ്ടവരാണ് നമ്മൾ. ഇന്നലെ നമ്മൾ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് നമ്മുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് പ്രാധാന്യമുള്ളത്. ദൈവവൈതലേ, ഒരു ദേവദാരുവിനെ പോലെ വളരുവാനായി ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ലെബാനോനിലെ ദേവദാരുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ആയുർദൈർഘ്യമുള്ള ഒരു വൃക്ഷമാണ് ദേവദാരു. ദൈവത്തിന് സ്തോത്രം. ചില ദേവദാരുകൾക്ക് ഏകദേശം 1000-ഓളം വർഷത്തെ പാരമ്പര്യം, അല്ലെങ്കിൽ അത്രത്തോളം വർഷം ഒരു ദേവദാരുവിന് ജീവിക്കാൻ കഴിയും എന്നാണ് കണക്ക് പറയുന്നത്. 1000 വർഷത്തോളം ജീവിക്കാൻ, അല്ലെങ്കിൽ 1000 വർഷത്തോളം ആ വൃക്ഷത്തിൽ നിൽക്കാനായി കഴിയും. മറ്റേതെങ്കിലും വൃക്ഷത്തിന് അത്രത്തോളം ആയുസുണ്ടോ എന്ന് എനിക്കറിയില്ല. ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറയുന്നത് അതിന് വളരെ ആയുർദൈർഘ്യമുണ്ട്. 1000-ഓളം വർഷം അതിന് അവിടെ നിൽക്കാനായി കഴിയും. മാത്രമല്ല, ഏകദേശം 80-100 അടിയോളം ഉയരത്തിൽ അതിന് വളർന്ന് പൊങ്ങാനും കഴിയും. സ്തോത്രം. 80-100 അടി ഉയരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പൊക്കത്തിൽ ആ ദേവദാരുവിന് വളരാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, 40 അടി വണ്ണത്തിൽ അതിന്റെ വലിപ്പം അത്രയ്ക്ക്.
എന്ന് പറഞ്ഞാൽ ഒരു 3-4 പേര് പിടിച്ചാലൊന്നും പിടിപിട്ടാത്ത നിലയിലായിരിക്കും അതിന്റെ വണ്ണം. 40 അടി വണ്ണം, 80-100 അടി പൊക്കത്തിൽ അത് പൊങ്ങി വളർന്നുകൊണ്ടേയിരിക്കും. ഏകദേശം 40 അടിയോളം അതിന്റെ വളർച്ച ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദേവദാരുവിനെ പോലെ വളരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘായുസ് കൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ദീർഘനാൾ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിക്കേണ്ടതാണ് ഒരു ദൈവ പൈതൽ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കാം. ഈ ദേവദാരുവിനെ പോലെ 80 അടി 100 അടി ഉയരത്തിലേക്ക് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 വർഷത്തോളം അതിനെ നിലനിൽക്കാനായി കഴിയും. അതിന്റെ തടി 40 അടി വണ്ണത്തിൽ അത് വളർന്നു. ദൈവത്തിന് സ്തോത്രം. ആ തടി വളരെ വലിയ ഉപയോഗമുള്ള ഒരു തടിയായിരിക്കുന്നു എന്ന് കാണാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ദേവദാരുവിന്റെ മറ്റൊരു പ്രത്യേകത, അത് മഹത്വത്തിന്റെ, ഈടിന്റെ, അദ്രവത്വത്തിന്റെ സ്ഥിരതയുടെ ഒരു പ്രതീകമാണ് ദേവദാരു. അതിന്റെ മഹത്വം നമുക്കറിയാം. അത് 1000 വർഷത്തോളം അല്ലെങ്കിൽ 1000 ദൈർഘ്യമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഈടിനെ കുറിച്ച് നമുക്ക്, അതിന്റെ കാതലിനെ കുറിച്ച് അറിയാം. അതിന്റെ തടി ഏറ്റവും പ്രസിദ്ധമാണ്. അതിന്റെ തടി ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. മാത്രമല്ല അദ്രവത്വത്തിന്റെ പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ വേഗം ഒരു മരം മരിച്ചു പോകുന്നത് പോലെ അല്ല ദേവദാരുവിന്റെ സ്തോത്രം അന്ത്യം. അത് ഏകദേശം 1000-ഓളം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദീർഘായുസുള്ള ഒരു മരമാണ് ദേവദാരു. ദൈവത്തിന് സ്തോത്രം. മഹത്വത്തിന്റെയും ഈടിന്റെയും അദ്രവത്വത്തിന്റെയും സ്ഥിരതയുടെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് ദേവദാരുവിനെ കാണാനായി കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവപൈതലെ, നീ ദൈവം മുമ്പാകെ ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തയും വർണ്ണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിന്റെ മഹത്വം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ കാതലായ വശം വർദ്ധിക്കാനിടയായിത്തീരും. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അദ്രവത്വം അത് കാതലായി അത് അനുഭവിക്കുവാനായി ഒരു ദൈവപൈതലിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. സ്ഥിരതയുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ദേവദാരുവിനെ കാണാം. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിച്ചാലോ ഒരു മഴ വന്നാലോ ഒന്നും തകർന്നു പോകാത്തതാണ് ദേവദാരു. പനയെ പോലെ തന്നെ ദേവദാരുവിന്റെയും ആഴമായ വേരുള്ള ഒരു മരമാണ്. അതുകൊണ്ടാണല്ലോ 1000 വർഷത്തോളം അതിന് ദീർഘായുസുള്ളത്. അപ്പൊ എത്ര ആഴത്തിലാണ് അതിന്റെ വേര് പോയിരിക്കുന്നത്. ദൈവപൈതലെ, നമുക്ക് ദീർഘായുസ് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവപൈതൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ എങ്ങനെയായിരിക്കണം? അവൻ തഴയ്ക്കണം, പല പോലെ തഴയ്ക്കണം. പിന്നെ അവൻ ദേവദാരു പോലെ വളരണം. ദൈവത്തിന് സ്തോത്രം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായി കഴിയും, അവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. നീതിമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും നീ രാവും പകലും വർണ്ണിക്കുന്ന ദൈവപൈതലെ, നീ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയാകുന്നു. അങ്ങനെയുള്ള ഒരു ദൈവപൈതൽ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുന്നവനായി തീരും. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുന്ന ദൈവപൈതലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം എവിടെയായിരുന്നാലും അവിടെ തഴയ്ക്കുന്ന ഒരു ദൈവപൈതലായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ ആത്യന്തികമായ കാരണം അവന്റെ ദയയും അവന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നവനായിരിക്കണം നീതിമാനായ ഒരു ദൈവപൈതൽ. ഹല്ലേലൂയ. അങ്ങനെ നീതിമാനായ ഒരു ദൈവപൈതൽ, ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ എന്നേക്കും തഴയ്ക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. അത് തൊട്ട് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും. നമുക്കറിയാം, വാർദ്ധക്യകാലം വളരെ പ്രയാസമായ ഒരു കാലഘട്ടമാണ് വാർദ്ധക്യകാലം. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യരാരും അത്ര കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു കാലമാണ്. നമ്മുടെ നല്ല ആയുസ്സിനെ കുറിച്ചും നമ്മുടെ നല്ല ആരോഗ്യത്തെ കുറിച്ചും നമ്മുടെ നല്ല പ്രവൃത്തികളെ കുറിച്ചും, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടായിരുന്ന കാലത്തൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പലപ്പോഴും പലരും വിസ്മരിച്ചു പോകുന്ന ഒരു കാലമാണ് വാർദ്ധക്യകാലം. ദൈവത്തിന് സ്തോത്രം. കാരണം വാർദ്ധക്യത്തിൽ നിന്ന് വരുന്ന പിന്നെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. അവരിൽ നിന്നെന്താണ് ഇനി പ്രതീക്ഷിക്കാനുള്ളത്? വേറെ ഒരു മനുഷ്യ ശരീരമായിട്ട് മാത്രമേ പലരും അതിനെ കാണുന്നുള്ളൂ. എന്നാൽ അവന്റെ ആരോഗ്യകാലത്ത്, അവന്റെ നല്ല കാലത്ത്, അവന്റെ നല്ല കാലത്ത് ദൈവത്തിന് സ്തോത്രം, കുടുംബത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ ചെയ്തതൊന്നും പലപ്പോഴും മനുഷ്യൻ ഓർക്കാറില്ല. എന്നാൽ ദൈവപൈതലിനെ കുറിച്ച് പറയുന്നത്, അവൻ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ,
മറ്റു മനുഷ്യരെല്ലാം വാർദ്ധക്യത്തിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സ്തോത്രം എല്ലാവരാലും ഒറ്റപ്പെട്ട് നിരാശരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവബന്ധനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, നീ വാർദ്ധക്യത്തിലും നിന്നിലുള്ള ഫലം കായ്ച്ച് ദൈവത്തെ മാനിക്കുന്നവരാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിലും ഈ വാർദ്ധക്യത്തിലും ഈ അനാരോഗ്യത്തിലും ഈ ദുരിത കാലഘട്ടങ്ങളിലും ദൈവത്തെ മാനിച്ചുകൊണ്ട് നിന്നിൽ നിന്നുള്ള ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ സേവിക്കേണ്ടവരാണ് ദൈവമൈതൽ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ കുറിച്ച് പറയുന്നത് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരുണത്തിൽ നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, മറ്റു പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നുവെങ്കിലും ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നുവെങ്കിലും അവർക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു എന്ന് നാം വിസ്മരിച്ചു പോകരുത്. അവർക്ക് ആരോഗ്യകാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അവർക്ക് സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. വാർദ്ധക്യത്തിലുള്ളവരോട് ദൈവം പറയുന്നു, അവർ ആ സമയത്തും ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും. മാത്രമല്ല, അവർ പച്ചവെച്ചും പുഷ്ടിവെച്ചും പിടിച്ചു ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോക മനുഷ്യന്റെ വാർദ്ധക്യം അവന് ഒരു വലിയ ബാധ്യതയായി തീരുമ്പോൾ ദൈവവൈദ്യനെ കുറിച്ച് പറയുന്നു, നിനക്ക് ഇപ്പോഴും ഫലം കായ്ക്കാനായി കഴിയും. സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിന്റെ ഈ പ്രായത്തിലും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായി നിനക്ക് കഴിയും. നിന്റെ ഈ കാലത്തും പച്ച പുഷ്ടി വെച്ചും ആരോഗ്യത്തോടെ സമൃദ്ധിയോടെ ദൈവിക പ്രത്യാശയിലായിരിക്കാനായി ഒരു ദൈവമായി തന്നെ കഴിയുമെന്നാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ഒരുപക്ഷെ അനാരോഗ്യകരമായ അന്തരീക്ഷത്തിലായിരിക്കാം, നമ്മുടെ ശരീരം ഒരുപക്ഷെ പ്രയാസകരമായ അന്തരീക്ഷത്തിലായിരിക്കാം. പക്ഷെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ ഇപ്പോഴും കഴിയും. ദൈവത്തിന് സ്തോത്രം. വിവിധങ്ങളായ ഹല്ലേലൂയ വിഷയങ്ങളിൽ കൂടെ ദൈവത്തിന് ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കാനായി ഈ വാർദ്ധക്യത്തിൽ ഒരു നീതിമാനായ ദൈവമായി കഴിയും എന്നത് എത്ര ആനന്ദകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നെ ഈ പ്രായത്തിൽ മാനിക്കാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ കൈവിടാത്തവനാണ് എന്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നിന്നെ നരയ്ക്കുമ്പോഴും ചുമക്കാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. സ്തോത്രം. നിന്റെ ബലം ക്ഷയിക്കുമ്പോഴും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവത്തിന് സ്തോത്രം. മറ്റാരും നിന്നെ ഉപേക്ഷിച്ചോട്ടെ, മറ്റാരും യഥാസമയത്ത് നിന്നെ ഓർക്കാതിരുന്നോട്ടെ, മറ്റാരും നിന്നെ പരിഗണിക്കാതിരുന്നോട്ടെ, മറ്റാരും നിന്നെ ശ്രദ്ധിക്കാതിരിക്കട്ടെ, നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ യഥാവിധി പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ യഥാവിധി മനസ്സിലാക്കുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുവാൻ വിവിധങ്ങളായ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായി ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പച്ചവെച്ചും പുഷ്ടിവെച്ചും നീതിമാൻ പന പോലെ തഴയ്ക്കും എന്ന തിരുവെഴുത്ത് പോലെ തഴച്ച് വളർന്നുകൊണ്ടേ ഇരിക്കുവാനായി ദൈവം നിനക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ വാർദ്ധക്യത്തിലും ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും. അവർ പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കും. എന്നിട്ട് അവൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സ്തോത്രം വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന, പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കുന്ന, സ്തോത്രം പന പോലെ തഴയ്ക്കുന്ന, ദേവദാരു പോലെ വളരുന്ന, ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവർ, ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുന്ന ഒരു ദൈവവൈദ്യൻ ദൈവത്തെ കുറിച്ച് പറയുന്നത് യഹോവ നേരുള്ളവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവൈദ്യലേ, നമുക്ക് ദൈവത്തെ കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അവൻ നേരുള്ളവനാണ്. പലപ്പോഴും നമുക്ക് നേര് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് നേരിൽ നമ്മുടെ നേര് ഇല്ലാതെ പോയിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും നേരോടെ ജീവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിയാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ദൈവം അവിശ്വസ്തനായ ദൈവമല്ല. അവനെപ്പോഴും വിശ്വസ്തനായ, അവനെപ്പോഴും നേരുള്ളവനായ, അവനെപ്പോഴും സത്യവാനായ ദൈവമായിരിക്കുന്നു. നീതിമാനായ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നു, എന്റെ ദൈവം നേരുള്ളവൻ, അവൻ എന്റെ പാറ. ഹല്ലേലൂയ. ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ഓടിച്ചവന്ന് അഭയം പ്രാപിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമായിരിക്കുന്നു. അവനിൽ നീതികേടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പെറുപെറുക്കുമ്പോൾ, ദൈവം എന്നെ കാണുന്നില്ലയോ, ദൈവം ഈ വിഷയം മനസ്സിലാക്കുന്നില്ലയോ, ദൈവമേ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് സംഭവിച്ചു, ദൈവമേ എന്റെ കുഞ്ഞിന് എന്തുകൊണ്ട് സംഭവിച്ചു, ഇത്ര ക്രൂരമായ ഒരു പ്രവൃത്തി ആയിപ്പോയല്ലോ, ഇത്ര ദുഃഖകരമായ അനുഭവം ആയിപ്പോയല്ലോ, മറ്റാർക്കും ഇല്ലാത്തതാണല്ലോ എനിക്ക് ഉണ്ടായത്, ദൈവമേ നീ ഇത് കാണുന്നില്ലയോ
ഇത് നിന്റെ നീതിയാണോ, ഇത് നിന്റെ സത്യമാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരിതപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ അനീതി ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ സകലതും നീതിയോടെ ചെയ്യുന്ന ദൈവമാണ്. നീതി അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമതിലെ നമുക്ക് എങ്ങനെ ദൈവത്തോട് പറയാം, കർത്താവ്, ഞങ്ങൾ നേരുള്ളവരല്ലാതിരുന്നിട്ടും നീ എല്ലാ കാലത്തും നേരുള്ളവനായ ദൈവമായിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അനീതിയുള്ളവരായിരുന്നു, ഞങ്ങൾ പലപ്പോഴും അവിടുത്തെ നീതിയെ ചോദ്യം ചെയ്തു. എന്നാൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, അങ്ങ് ഒരിക്കലും അനീതിയുള്ള ദൈവമല്ല, അങ്ങ് എല്ലാ കാലവും നീതിമാനായ ദൈവം. സ്തോത്രം. അങ്ങിൽ നീതികേടില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്ര നല്ല ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും, ഇത്ര നല്ല ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാനും, ഇത്ര നല്ല ദൈവം നമ്മുടെ ആരാധ്യ പുരുഷനായി തീരുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ദൈവമായതിൽ എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ തഴച്ച് വളരേണ്ടത് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ദൈവത്തിന് സ്തോത്രം. ദൈവമായതിലെ നമ്മുടെ പേര് ആഴത്തിലേക്ക് ചെന്ന് അത് സ്ഥായിയായി ഉറപ്പുള്ള സ്ഥാനത്ത് നിൽക്കട്ടെ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ മഴയ്ക്കോ ഒരു ചെറിയ കാറ്റിനോ അത് തകർത്ത് കളയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിനുള്ള ആശ്രയ നിമിത്തം നമുക്ക് മുന്നോട്ട് പോകാം. അനേകർക്ക് ഗുണകരമായി തീരട്ടെ. സ്തോത്രം. പനയെ പോലെ, ദേവദാരുവിനെ പോലെ അവൻ വളരുന്നത് ആ വൃക്ഷത്തിന് വേണ്ടിയല്ല, അനേകർക്ക് അത് ആശ്വാസമായി തീരുന്നു. അതിന്റെ ഇല അനേകർക്ക് വിടുതലായി തീരുന്നു, വലിയ വലിയ ഗുണമായി തീരുന്നു, അത് വലിയ തണലായി തീരുന്നു. ഒരു മരവും അതിനായിട്ടല്ലല്ലോ നിലനിൽക്കുന്നത്. എത്രയോ മനുഷ്യർക്ക് ആശ്വാസകരമായി ഗുണകരമായി നിൽക്കുന്നു എന്നതുപോലെ ദൈവവൈദ്യലെ നാം നിലനിൽക്കുന്നതും നമുക്ക് വേണ്ടി മാത്രമല്ല, അനേകരുടെ ആശ്വാസത്തിനായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, നീ നേരുള്ളവൻ, നീ എന്റെ പാറ, നിന്റെ മേൽ നീതി കേടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവന്റെ ദയക്കായി, അവന്റെ വിശ്വസ്തതയ്ക്കായി രാവും പകലും അതിനെ വർണ്ണിച്ചുകൊണ്ട് അവൻ നന്ദി പറയുന്നുണ്ട്. ദൈവമേ, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമായിരിക്കുന്നു. നിന്റെ വിചാരങ്ങൾ, എന്റെ മേലുള്ള നിന്റെ വിചാരങ്ങൾ എത്ര മഹത്തായിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ പിന്നെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. പന പോലെ തഴയ്ക്കുവാൻ, ദേവദാരു പോലെ വളരുക. നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം ഓരോ ദിവസവും തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വലിയ നന്മകൾ പകരട്ടെ, ദൈവകൃപ അതിനുമേൽ പകരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളിലും പടഞ്ഞ് ഒരല്പനിമിഷം ദൈവമുമ്പാകെ നമ്മെ തന്നെ ധ്യാനിക്കാം. കർത്താവേ, നിന്റെ ദയയ്ക്കായി സ്തോത്രം, നിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം, നിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം, നിന്റെ വിചാരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ നന്മകൾക്കായി സ്തോത്രം. അവിടുന്ന് നേരുള്ളവനായ ദൈവം, അവിടുന്ന് പാറയായ ദൈവം, അങ്ങയുടെ മക്കൾ ഒരിക്കൽ പോലും നീതികളില്ല കർത്താവ്. സ്തോത്രം. ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോഴും നീ ഞങ്ങൾക്ക് വിശ്വസ്തനായിരുന്നല്ലോ കർത്താവ്. ഞങ്ങൾ പലപ്പോഴും അനീതിയിലേക്ക് പോയപ്പോഴും അവിടുന്ന് നീതിമാനായ ഞങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ പിഴവുകൾ ക്ഷമിക്കണമേ. ഓരോ പകലും അവിടുത്തെ വിശ്വസ്തയും വർണ്ണിച്ചുകൊണ്ട് തഴച്ചു വരുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സ്തോത്രം. ഈ കേട്ട ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബ്രദർ ഡാനി ജോർജ് നമ്മെ പ്രാർത്ഥനയെ സഹായിക്കും. ബ്രദർ ഡാനി ജോർജ് പ്രാർത്ഥന. Praise God. Thank you, Lord. Hallelujah, hallelujah, hallelujah. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഈ നല്ല സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ കൂടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിൽ കർത്താവെ, ഈ ഒരു ലോക്ക് ഡൗൺ സിറ്റുവേഷനിൽ കർത്താവെ, ഫുൾ എർത്ത് കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഭാരപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ കർത്താവെ, അങ്ങയുടെ ജനം ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കർത്താവെ ഈ രീതിയിൽ ടെക്നോളജികളെ വർദ്ധിപ്പിച്ചു തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവെ അങ്ങയോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരിച്ചവരുടെയും ജീവനുകളുടെയും മധ്യത്തിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ നിരന്തരമായി കർത്താവെ ഞങ്ങളുടെ കർത്താവെ ബാധ മാറുവാൻ കർത്താവെ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ദൈവമക്കളുടെ പ്രാർത്ഥനകളെ കേട്ട് കർത്താവെ ഹല്ലേലൂയ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ പ്രയാസത്തിൽ കർത്താവെ ഭൂമിയൊക്കെയും ആയിരിക്കുമ്പോൾ, വലിയ അനർത്ഥം കർത്താവെ ഭൂമിയിലുള്ളവർ നേരിടുമ്പോൾ കർത്താവെ, രോഗം മാത്രമല്ല എക്കണോമിക്കലി ഫെയിലിയർ, അനേകരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, അനേകർ കർത്താവ് പട്ടിണിയാൽ കർത്താവ് പ്രയാസത്താൽ വലയുന്നു,
സർക്കാരുകൾക്ക് അവർക്ക് സഹായിക്കുവാൻ കഴിയുന്നില്ല. അനേകര് കർത്താവ് അനേകം മറ്റുള്ള ഉപദ്രവങ്ങളിൽ കർത്താവ് വലയുമ്പോൾ എന്ന് മനസ്സിൽ തോന്നി, ഇതേ തോന്നി കർത്താവെ ഈ ബാധയെ പരിപൂർണമായി കർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതായത് ഏകദേശം 70 ലക്ഷത്തോളം ആൾക്കാർ ബാധിതരായി തീർന്നുവെങ്കിലും കർത്താവെ ഏകദേശം 50% ആൾക്കാർ സൗഖ്യപ്പെട്ടു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. എന്നാൽ കർത്താവ് ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവെ എന്നാൽ ഇതിൽ കർത്താവെ അനേകർ കർത്താവെ അങ്ങേ അറിയാത്തവരായി മരിച്ചു പോയിട്ടുണ്ട്. അങ്ങേ അറിയുന്നവർ പ്രത്യാശ വെച്ച് അങ്ങേ പ്രിയം വെച്ചിരിക്കുന്ന കർത്താവെ ആ സ്വർഗനാട്ടിലെത്തിയെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ബാധയെ പരിപൂർണമായി അങ്ങ് മാറ്റണമേ കർത്താവെ. ജനത്തിന്റെ കർത്താവെ പാപത്തെ ക്ഷമിക്കണമേ, അകൃത്യത്തെ ക്ഷമിക്കണമേ കർത്താവെ. അവര് കർത്താവ് അറിയാതെ മൃഗപ്രാരായി ജീവിക്കുമ്പോൾ മനസ്സിൽ തോന്നലും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മുഖാന്തരം അങ്ങേ കൂടുതൽ അറിയുവാന്, അങ്ങേ കർത്താവെ അങ്ങേ മാനിച്ച് സേവിക്കുവാന് ജീവിക്കുവാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഈ സഭായോഗത്തിൽ പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചല്ലോ. പാരാമെഡിക്കൽസ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചല്ലോ. നഴ്സസായി വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. എല്ലാ പ്രാർത്ഥനകളും കേട്ട് കർത്താവെ അങ്ങ് കർത്താവ് പരിപൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവ് ദേശത്തിന് കൽപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് കർത്താവ് അങ്ങ് വചനവും വാഗ്ദത്വം ഉള്ളത് കൊണ്ട് കർത്താവ് അങ്ങയിൽ ഞങ്ങൾ പരിപൂർണമായി ആശ്രയിച്ച് വിശ്വസിച്ച് അങ്ങയോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ച കർത്താവെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി അങ്ങ് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഹല്ലേലൂയ. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ. ഞങ്ങളുടെ തഴയ്ക്കുന്ന അവസ്ഥ, ഞങ്ങളുടെ വളരുന്ന അവസ്ഥ അത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തഴയ്ക്കുന്നവൻ, വളരുന്നവൻ, അങ്ങയിൽ വേരൂന്നി വളരുന്നവൻ രാവിലെ തന്റെ ദയയെയും രാത്രി തോറും തന്റെ വിശ്വസ്തയെ വർണ്ണിക്കേണ്ടതാകുന്നു. ഇത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ദൗത്യം. ഹല്ലേലൂയ. അങ്ങയുടെ ദയ എത്ര നല്ലതെന്ന് പാടി സ്തുതിച്ച് ആരാധിച്ച് അങ്ങയെ മഹിമപ്പെടുത്തി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രവർത്തികൾ എത്ര വലുതാണെന്ന് കർത്താവ്, അങ്ങയുടെ വിചാരങ്ങൾ അത്യന്തം അഗാധമായതെന്ന് പ്രശംസിക്കുവാനും അങ്ങയിൽ മാത്രം പ്രശംസിച്ച് ജീവിക്കുവാനും അടികളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ ആലയത്തിലെ നടുതലയായവർ അതേ ദൈവത്തിലെ പ്രകാരങ്ങൾ തഴയ്ക്കും, വാർദ്ധക്യത്തിലും ഫലം കഴിച്ചുകൊണ്ടിരിക്കും. കർത്താവെ ഞങ്ങൾ എത്ര പ്രായം ചെന്നാലും കർത്താവെ ഹല്ലേലൂയ അങ്ങയിൽ ആശ്രയിച്ച് സന്തോഷിച്ച് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിച്ച് അതേ കർത്താവെ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഞങ്ങളുടെ നാവിന്മേൽ എപ്പോഴും ഉണ്ടാകാൻ പാടുള്ളൂ കർത്താവെ. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് ഉള്ളതിന് തന്നെ കർത്താവെ. ഹല്ലേലൂയ. നീ വിശ്വസ്തനാണ് കർത്താവെ. നീ നല്ല വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് നീ കർത്താവെ. ഞങ്ങൾ എല്ലാവരെയും കരങ്ങൾ പിടിച്ച് നടത്തുന്ന വലിയ വിശ്വസ്തനായ ദൈവമായിരിക്കാൻ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഈ സമയത്ത് പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസിന്റെ വചനത്തിന് സൂക്ഷിക്കാൻ ബലപ്പെടുത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ടെക്നോളജിയുടെ കർത്താവ് അറേഞ്ച്മെന്റ് ചെയ്ത എല്ലാ യുവാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ. ഈ കർത്താവ് മാധ്യമത്തിൽ കൂടെ കർത്താവെ ഇപ്പോൾ ഞങ്ങൾ കണക്ട് ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാങ്കേതിക തടസ്സങ്ങൾ നിമിത്തം കണക്റ്റഡ് ആകാൻ പറ്റാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയെ താഴ്ച ഏൽപ്പിക്കുന്ന കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. ആകാശയിലുള്ളവര്, ബോളിഞ്ച് ഭാഗങ്ങളിൽ താമസിക്കുന്നവര്, കമലവലായിലുള്ളവര്, അടിയങ്ങൾ കർത്താവെ, യശോനഗർ താമസിക്കുന്നവര്, അതേ കർത്താവ് തിരുപ്പതി നഗർ താമസിക്കുന്നവര്, ഹല്ലേലൂയ, താമസിക്കുന്നവര്, വിരാറീസിൽ താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ കർത്താവെ പ്രായമുള്ളവർ വരെ ഈ കർത്താവ് ഞങ്ങൾ താഴ്ച ഏൽപ്പിക്കുന്ന കർത്താവെ. വിദേശങ്ങളിൽ പാർക്കുന്ന കുഞ്ഞുങ്ങള്, ജോലി ചെയ്യുന്നവര്, പഠിക്കുന്നവര്, ഹല്ലേലൂയ, അത് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, പാരാമെഡിക്കൽസ്, മെഡിക്കൽസ് എല്ലാവരും താഴ്ച ഏൽപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത് മാത്രമല്ല എത്ര മട്ടത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ബാധിൽ നിന്ന് പുറത്തു വന്ന് ജനം നോർമലായി തീരുവാനും കർത്താവെ അങ്ങേ കൂടുതൽ സ്നേഹിച്ച് മാനിച്ച് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങൾ കർത്താവെ ആരാധനകൾ തുറന്നു കിട്ടുമെന്ന് ഞങ്ങൾ കേൾക്കുന്നു. വളരെ സന്തോഷമുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഒന്നിച്ച് ആരാധിച്ച് കൂട്ടായ്മയിൽ കർത്താവ് പങ്കിട്ട് അങ്ങയുടെ നാമത്തെ ഒന്നിച്ചുയർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സൊസൈറ്റികളെ കർത്താവെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ. ഈ വിരാറിനെ പ്രൊട്ടക്ട് ചെയ്യണമേ. ഈ മഹാരാഷ്ട്രയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നല്ലോ, പരിപൂർണ്ണ വിടുതൽ കൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ഗവൺമെന്റ് കർത്താവ് അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കർത്താവെ അവർ സമ്മതിച്ചിരിക്കുന്ന ഒരു കാലയളവാണ് കർത്താവെ.
ആർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്തു അങ്ങ് പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികൾ, പ്രയാസം അനുഭവിക്കുന്നവർ, സംവേദനകൾ അനുഭവിക്കുന്നവർ, ഭൗതിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അവരെയൊക്കെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവർക്ക് ആശ്വാസവും വിടുതലും കൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ഈ രീതിയിൽ ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാർശ്വങ്ങളും പ്രാവശ്യങ്ങളും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സകല മനോമോഹം അങ്ങയ്ക്ക് ഞങ്ങൾക്കൊണ്ട് ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. കർത്താവ് എല്ലാ പ്രാർത്ഥനകൾക്കായി ദൈവമഹത്വത്തിലേക്ക് സ്തോത്രം. Praise God. Praise God. Hallelujah. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കടാക്ഷം കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എല്ലാ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.